നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम परमेश्वर के सामने प्रार्थना करें. ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന്റെ മഹത്വം കരയറ്റാം. आशीष भरे इतने अच्छे दिन के लिए प्रभु को धन्यवाद करें. ഈ കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ മേലുണ്ടായിരുന്നല്ലോ. बीते हुए दिनों में प्रभु की करुणा और दया हर एक दिन हमारे साथ थी. അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ചു. कई सारे अपघातों से दुर्घटनाओं से प्रभु ने हमें संभाला बचाया. മഹാമാരിയിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നമ്മെ വിടുവിച്ചു. इस फैलने वाली बड़ी बीमारी से महामारी से प्रभु ने हमें बचाया. ജീവനോടെ കർത്താവ് നമ്മെ സൂക്ഷിച്ചതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. और जीवन के साथ प्रभु ने हमारी रखवाली की. इसके लिए നമുക്കൊരു പ്രാവശ്യം കൂടി നല്ല കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ നമ്മുടെ ആയുസ്സിനോട് ദൈവം ദീർഘമാക്കിയ ഈ നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. प्रभु ने जो हमारी जिंदगी में और एक दिन जोड़ा है, इसके लिए हम प्रभु को स्तुति धन्यवाद के साथ धन्यवाद करें. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. हालेलुया. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. हम प्रार्थना करें. പരിശുദ്ധ നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, हे पवित्र और अनंत होने वाले परमेश्वर, हमारे स्वर्गीय पिता, അനുഗ്രഹീതമായ നല്ല ഈ രാവിലേക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. आशीष किए हुए इस अच्छे सुबह के लिए धन्यवाद करते हैं. വിശുദ്ധ ദിവസം അങ്ങയുടെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ അങ്ങേ സ്തുതിപ്പാനും ആരാധിപ്പാനും ഞങ്ങളുടെ ആയുസ്സിനോട് ദൈവം ദീർഘമാക്കിയ ഈ അനുഗ്രഹീതമായ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. इस पवित्र दिन में तेरी स्तुति आराधना करने के लिए और एक दिन हमारे दान दिया, इसके लिए हम तुझे धन्यवाद करते हैं. ഞങ്ങളെ അത്ഭുതമായി പരിപാലിച്ചല്ലോ. तूने अद्भुत रीति से हमें संभाला. इन दिनों ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം അങ്ങ് നൽകി തന്നല്ലോ. हमारे जीवन और भक्ति के लिए जो कुछ भी जरूरत था सब दिया. അനർത്ഥങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ചല്ലോ കർത്താവേ. दुर्घटनाओं से तूने हमें संभाला, बचाया. ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകല ഉപകാരങ്ങളെ നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ ഈ രാവിലെ ഓർക്കുന്നു. तेरे हर उपकारों को बहुत ही धन्यवाद के साथ हम याद करते हैं. പകൽക്കാലം ഞങ്ങൾ ഹൃദയം തുറന്നങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ, അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുവാൻ ഇടയാക്കണമേ കർത്താവേ. दिल खोलकर तेरी स्तुति करने के लिए, तेरे भलाइयों को याद करने के लिए, महिमा करने के लिए हमें मदद कर. പകൽക്കാലം എല്ലാ ശുശ്രൂഷകളെയും ആദരിക്കുമാറാകണമേ. आने वाले हर एक सेवकायों को तू आशीष कर. ഈ ആരാധനയിൽ വിവിധ ഇടങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. और कई जगहों से इसमें भाग लेने वालों को लिए हम प्रार्थना करते हैं. ജനത്തെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. तेरी प्रजा को तू आशीष दे. അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ ഈ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ ഇടയാക്കണമേ. और तेरी उपस्थिति हम महसूस कर पाए, इसके लिए मदद कर. हालेलुया. ദൈവസന്നിധിയിൽ അങ്ങയുടെ ശബ്ദം കേട്ടുണരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. और तेरी आवाज सुनकर जागृत होने के लिए हमें मदद कर. അവന്റെ കൃപ അനുഭവിപ്പാൻ ഇടയാക്കണമേ. तेरे अनुग्रह को महसूस करने के लिए मदद कर. പ്രിയപ്പെട്ടവർ ഭാരങ്ങളിലായിരിക്കുന്നവർ, രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുടെ മേൽ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന കരം നീട്ടുമാറാകണമേ. जो बीमार है, जो बोझ में दबे हुए, उन सभी के लिए प्रार्थना करते हैं, कृपा कर. എല്ലാ നന്മകൾക്കും നല്ല ദാനങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. हर एक भलाई और दानों के लिए धन्यवाद. ഇന്ന് പകൽക്കാലം അങ്ങേ പാടി മഹത്വപ്പെടുത്തുവാൻ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ കർത്താവ് സഹായിച്ചാട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. और स्तुति आराधना करने के लिए, तेरी आवाज सुनने के लिए हमें मदद कर, ऐसे हम प्रार्थना करते हैं. താഴ്ത്തിക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ. तेरे सामने दंडवत करते हैं, यीशु के नाम से मांगते हैं. आमेन. आमेन. प्रेज द लॉर्ड. आमेन. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. प्रभु के पवित्र नाम की और एक बार महिमा हो. അനുഗ്രഹീതമായ ഈ സമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനും ഈ അവസരങ്ങൾ വേർതിരിക്കാമല്ലോ. और आगे का समय प्रभु की स्तुति महिमा करने के लिए हम समय बिताएंगे. ഈ പകലിലെ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. सुबह की आराधना में भाग लेने वाले सभी को धन्यवाद करते हैं. ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായതുകൊണ്ട്, അതുപോലെ വിദേശ ഇടങ്ങളിൽ ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആയിരുന്നല്ലോ, ഈ ആരാധനയിൽ പങ്കുചേരുന്നല്ലോ. എല്ലാവരുടെ മേലും ദൈവം തൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. शहर के कई भागों से, बाहर गांव से कई जन भाग ले रहे हैं, उन सभी के लिए हम धन्यवाद. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് അടുത്തുയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഇന്ന് പകലിൽ സഹായിക്കുമാറാകട്ടെ. और प्रभु की उपस्थिति के नजदीक जाए, प्रभु की आत्मा हमारे मदद करे. ചില പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനായിട്ട് ഈ സന്ദർഭം വേർതിരിക്കുന്നു. और इसमें स्तुति आराधना, स्तुति गीत गाकर हम उसकी आराधना करें. അതിനായി കൊയറിനെ വിശേഷാൽ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. और प्रत्येक रूप से इसके लिए कोयर को स्वागत करते हैं. प्रभु हमें आशीष दे. प्रेज द लॉर्ड. परमेश्वर के नाम की महिमा हो. और एक बार परमेश्वर ने हम सबको ऐसा एक अवसर दिया कि हम उनकी सन्निधि में आए, उनकी स्तुति और आराधना करें. पिछले हफ्ता परमेश्वर ने हम सबको संभाले रखा उनके पंखों के तले, तो वो सबको याद करके धन्यवाद के साथ हम परमेश्वर की स्तुति और आराधना करेंगे. एक साथ मिलकर हम उनकी स्तुति करते हैं. जीसस प्रेज द लॉर्ड. വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക,
करने का दिया। हम पूरे मन से, पूरे दिल से हम उस परमेश्वर को स्तुति आराधना करें, एकाग्रत मन से, किसी और चीज़ों के बारे में सोचे बगैर। परमेश्वर ने जो भी भलाई हमारे लिए किया, जो भी करुणा उन्होंने दिखाया, उस सब को याद कर कर, उनके उस महान प्यार को याद करके हम उनकी स्तुति और आराधना करें, क्योंकि सिर्फ वो ही ये सबके योग्य है। आमीन जीसस। तेरा प्यार है महान, तेरा प्यार है यहाँ, मैं जो पहले मुर्दा था तूने डाली मुझ में जान। तेरा प्यार है महान, तेरा प्यार है यहाँ, मैं जो पहले मुर्दा था तूने डाली मुझ में जान। क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं
और हमारे हर एक आराधना के वो योग्य है, इसलिए उनकी उस महिमा को याद करके हम उनकी स्तुति करें। आमीन जीसस। हालेलुया। എല്ലാ നാമം പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തുതിയാഗം അർപ്പിച്ചതും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുമേ.
this wonderful time that you have given us to praise you, to worship you, O Lord Jesus. Throughout this past entire week, you guided us, you blessed us, you protected us in all our comings, our goings, whatever we did. Your guidance was with us, Father. We thank you for that, O Lord Jesus. Help us, O Lord, that we may receive your grace, your anointing, which we need for this coming week, O Lord, Father. We thank you for your presence, which is in our midst today. We thank you for blessing each and every person, O Lord, who is worshipping along with us in their homes, O Lord, with whatever needs and prayers they have come to your presence, O Lord. Today you open up your gates of heaven and meet them, O Lord, according to your riches and your glory, O Lord, Father. We once again thank you. We remember all the blessings that you have done for us, O Lord Jesus. Cleanse us and purify us with your precious and loving blood. Let the entire service, O Lord, be led by your Holy Spirit, O Lord, Father. We thank you, Lord Jesus, once again. In Jesus' precious name we pray. Amen. Hallelujah, Jesus. ദൈവത്തിന് സ്തോത്രം. ഇതുവരെയുള്ള സമയങ്ങൾ മനോഹരമായ പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും കർത്താവ് ഇടയാക്കിയല്ലോ. परमेश्वर की स्तुति हो. अब तक अच्छे गाने गाकर उसकी महिमा और धन्यवाद हम कर पाए. വിശേഷാൽ കോയറിനോടുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. प्रत्येक रूप से कोयर को हम धन्यवाद करते हैं. തുടർന്നുള്ള ചില മിനിറ്റുകൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാം. आगे का समय हम प्रार्थना में बिताएंगे. ഈ ദിനങ്ങളൊക്കെയും നാം ദൈവസന്നിധിയിൽ വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം നൽകുന്ന എല്ലാ മറുപടികൾക്കായിട്ടും നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. इन दिनों में कई विषयों के लिए हम प्रार्थना करते आ रहे हैं. प्रभु जो उत्तर देता है इसके लिए हम धन्यवाद करें. Praise the Lord. Hallelujah. 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 പകൽക്കാലം വീണ്ടും വിവിധ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി നമുക്ക് കൊണ്ടുവരാമല്ലോ. इसके लिए आज भी कई विषयों के साथ हम प्रार्थना करें. നമുക്കറിയാം നമ്മുടെ ദേശം കടന്നു പോകുന്ന വലിയ പരിതാപകരമായ ഈ സന്ദർഭത്തിൽ ദൈവജനത്തിൻ്റെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. हमारा राज्य जो बुरे हालत से गुजर रहा है, परमेश्वर की प्रजा की प्रार्थना की बहुत जरूरत है. നമ്മുടെ ദേശങ്ങൾക്കായി പട്ടണങ്ങൾക്കായി രാജ്യങ്ങൾക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. हमारे जो शहर में हम रहते हैं, हमारे प्रांत के लिए, हमारे देश के लिए हम प्रार्थना ഈ करें. വലിയ മഹാമാരിയിൽ നമ്മുടെ ദേശങ്ങളെ ദൈവം വിടുവിക്കുവാനായി പ്രാർത്ഥിക്കാം. और इस महामारी से परमेश्वर हमारे देश को बचाए, इसके लिए हम प्रार्थना ഈ करें. മഹാമാരിയുടെ കാരണത്തിൽ അനേകർ ആമേൻ മരണപ്പെടുവാനിടയായി, അനേകർ രോഗികളായി കഷ്ടപ്പെടുന്നു, അനേക ഭവനങ്ങൾ അനാഥമായി. അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് इस സമർപ്പിക്കാം. बीमारी के कारण कई लोग दुनिया से गुजर गए, कई लोग बीमार है, कई लोगों का काम नष्ट हो गया, कई परिवार अनाथ हो गए. മാത്രമല്ല അനേക പ്രിയപ്പെട്ടവർ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. और आर्थिक रूप से बहुत ही परेशानी में कई लोग गुजर रहे हैं. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും അവരുടെ വിദ്യാഭ്യാസത്തിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. और हमारे बच्चों की पढ़ाई भी रुक गई है. ഇന്നും ആമേൻ വലിയ പ്രയാസം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ സമാധാനത്തിനും സൗഖ്യത്തിനുമായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ऐसे हालात में हमारे देश के शांति और चंगाई के लिए हम प्रार्थना करें. ഈ മഹായുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഹെൽത്ത് വർക്കേഴ്സ്, അതുപോലെ നമ്മുടെ ഗവൺമെൻറ് അധികാരികൾ. ആമേൻ ഇവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. बीमारी के खिलाफ इस युद्ध में कई लोग जुड़े हुए, जो हेल्थ वर्कर्स है, गवर्नमेंट अथॉरिटीज है, उनके लिए हम प्रार्थना करें. വിശേഷാൽ ദൈവസഭകളെയും ദൈവഭൃത്യന്മാരെയും ഓർക്കാം. അനേക നാളുകളായി ദൈവസഭകൾ കൂടി വരുവാൻ കഴിയാതായിരിക്കുന്നല്ലോ. വേഗത്തിൽ ദൈവം നല്ല അവസരങ്ങൾ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर के कलीसिया और दासों के लिए प्रार्थना करें. बहुत ही शीघ्र कलीसिया एक साथ मिलकर प्रार्थना कर पाए, परमेश्वर रास्ता खोले, इसके लिए हम ഈ प्रार्थना करें. പ്രത്യേക സാഹചര്യങ്ങൾ ദൈവജനം തങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് ദൈവകൃപയും പ്രത്യാശയും പുതുക്കുവാനായി ദൈവം അവസരങ്ങൾ നൽകട്ടെ. അതിനായി പ്രാർത്ഥിക്കാം. और ऐसे एक माहौल में परमेश्वर के लोग अपने विश्वास और प्रत्याशा को नया करे, दृढ़ करे, इस और प्रार्थना में जुड़े. ദൈവസഭയ്ക്കായി ദൈവസഭയുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കാം. വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. और परमेश्वर के जो प्रजा है, जो कलीसिया है, उनके लिए हम प्रार्थना करें. जो बाहर गाँव में है, उन सभी के लिए हम प्रार्थना करें. വിശേഷാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ചിലരൊക്കെയും ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, വിധയാവശ്യങ്ങളായിരിക്കുന്നവരുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവസഭ ഒരുമിച്ച് ആമേൻ ഈ വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഈ അവസരമെടുക്കുകയാണ്. और हमारे कई प्रियजन बीमार हैं, उनके लिए प्रार्थना करें. अनेक लोगों को बहुत सारी ज़रूरत है. इन सारे विषयों के ऊपर हम मिलकर एक साथ प्रार्थना എല്ലാ करेंगे. വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ പ്രിയ റീന മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. हम सब जब प्रार्थना कर रहे हो, सिस्टर रीना आगे आकर प्रार्थना करेगी. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളൊരു പ്രാവശ്യമോടെ കടന്നു വരികയാണ് കർത്താവേ. ഇങ്ങനൊരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഞങ്ങളെക്കാൾ സമപ്രായക്കാർ കർത്താവേ, പ്രായം കൂടിയവർ, പ്രായം കുറഞ്ഞ അനേകർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട സ്ഥാനത്ത് ദൈവം ഞങ്ങൾക്കുള്ളതിനെ എല്ലാവരുടെ അവിടങ്ങളെ കാത്തു സൂക്ഷിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയാം വിശ്വാസികളെ കർത്താവെ, കുടുംബമായി പേര്
ഒത്തിരി പേരായി നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, അത് ഞങ്ങളുടെ യൗവനക്കാർ എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ ഈ പ്രെയർ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ മക്കളെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അവരുടെ വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ ഞങ്ങളുടെ ദേവദാസനെ കുടുംബമായ നിൻ്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിൻ്റെ മക്കളെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയതിനായ നന്ദിയോടെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. നിൻ്റെ മകനിലൂടെ കർത്താവെ ദൈവിക വചനങ്ങൾ കേൾപ്പാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസത്തിന് കാരണമായി തീരുവാൻ തക്കോണം, അത് ഏറ്റെടുപ്പാൻ പ്രാർത്ഥിപ്പാൻ തക്കോണം നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. അതുപോലെ കർത്താവെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ആയിരിക്കുന്ന ജനത്തിൻ്റെ മേൽ അങ്ങയുടെ കരം ഈ ദിവസങ്ങളിൽ ഇറങ്ങണമേ എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. അതുപോലെ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കോവിഡിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ടല്ലോ കർത്താവെ. അനേക ഭവനങ്ങൾ വേർപാടും ദുഃഖങ്ങളുമായിട്ടിരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ കർത്താവെ. ആ ഭവനങ്ങളെല്ലാം എൻ്റെ സന്ധ്യ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അതുപോലെ കർത്താവെ ഞങ്ങളുടെ ദേശത്തെ ഓർത്ത്, മുംബൈ പട്ടണത്തെ ഓർത്ത് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ദേശത്തിൻ്റെ മേലും ജനങ്ങളുടെ മേലും അയക്കണമേ എന്ന് കർത്താവെ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. അതുപോലെ എല്ലാ വിഷയങ്ങളെയും ഭാരങ്ങളെല്ലാം നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ആദ്യന്ത്യം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവേണ്ടതിന്, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയേണ്ടതിന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ് കർത്താവെ. പ്രാർത്ഥന യാചനകളുടേതായ സ്തോത്രം യേശുനാം തന്നെ. ആമേൻ. ഹല്ലേലൂയ. हालेलुया। കർത്താവിൻ്റെ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. प्रभु के नाम को और एक बार धन्यवाद करते हैं। കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ പകലിൽ നൽകിയല്ലോ. और प्रभु ने हमें मौका दिया कि हम गाना गाकर उसकी स्तुति करें और उसे विनती और प्रार्थना करें। തുടർന്നുള്ളതായ അല്പസമയങ്ങൾ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നാം വേർതിരിക്കുക. आगे का कुछ समय परमेश्वर के वचन से हम मनन करेंगे। വളരെ പ്രാർത്ഥനാപൂർവ്വം തിരുവചന ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളെ ഒരുക്കുകയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ അതിനായി സമർപ്പിക്കുകയും ചെയ്യാമല്ലോ. और कुछ समय परमेश्वर के वचन से मनन करने के लिए हमारे मनों को खोलकर हम बैठे। നമ്മുടെ ധ്യാനത്തിന് വേണ്ടി എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. हमारा ध्यान एजेकियल की लिखी हुई भविष्यवाणी अध्याय 3 उसके वचन 17 से हम पढ़ेंगे। നാം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. वहाँ पे लिखा है, हे मनुष्य के संतान, मैंने तुझे इस्राएल के घराने के लिए पहरुआ नियुक्त किया है। तू मेरी मुंह की बात सुनकर उन्हें मेरी ओर से चिताना। അനുഗ്രഹീതമായ ഈ വേദഭാഗത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. इस वचन के लिए परमेश्वर को धन्यवाद। ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കാവൽക്കാരൻ എന്നുള്ളതായ വിഷയത്തോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. और इस वचन के बैकग्राउंड में रुककर पहरेदार या फिर एक रखवाली करने वाले की क्या जिम्मेदारी है, क्या बातें हैं, वो हम पढ़ेंगे। എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17 മുതൽ 21 വരെ, അതുപോലെ 33-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൊക്കെ വളരെ വ്യക്തമായി സവിസ്തരമായി ഒരു കാവൽക്കാരൻ ആരായിരിക്കണം, കാവൽക്കാരൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്ത്, അവൻ്റെ ആമേൻ എന്നുള്ള കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. एजेकियल की लिखी भविष्यवाणी अध्याय 3 उसके 17 से 21 और अध्याय 33 के 1 से 16 में बहुत ही स्पष्ट रीति से और अच्छे तरीके से लिखा गया है कि एक पहरेदार कौन होना चाहिए और उसकी जिम्मेदारियाँ क्या है। ഇവിടെ പ്രവാചകനായ എസെക്കിയേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്: മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. भविष्यवक्ता होने वाले एजेकियल को परमेश्वर कहता है कि हे मनुष्य के पुत्र संतान, मैंने तुझे इस्राएल घराने का पहरेदार बनाया है। എൻ്റെ വായിൽ നിന്ന് വചനങ്ങളെ കേട്ട് എൻ്റെ നാമത്തിൽ നീ അവരെ പ്രബോധിപ്പിക്കണം. तू मेरी मुंह से बातें सुनकर तू उनको बताना। നോക്കണമേ, ദൈവം നിയോഗിച്ചിരിക്കുന്ന, ദൈവത്താൽ ആമേൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ് അവിടെ കാണുവാൻ ये കഴിയുന്നത്. परमेश्वर से दी हुई एक जिम्मेदारी है, ये हम समझ सकते हैं। ഇവിടെ ഒരു ജാതിക്ക്, ഒരു ദേശത്തിന്, ഒരു ഗ്രഹത്തിന് കാവൽക്കാരനാക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന എസെക്കിയേൽ, कुछ चुने हुए लोगों को एक देश के लिए, एक घराने के लिए एजेकियल को पहरेदार के रूप में चुना गया ഈ है। പ്രവാചകന്റെ അല്ലെങ്കിൽ ഈ കാവൽക്കാരന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുക, അത് ജനത്തിന് കൈമാറുക. और इसकी सबसे बड़ी पहली और बड़ी जिम्मेदारी ये है, परमेश्वर से बातें सुनो और वो उस घराने को या लोगों को बताओ। ഈ അധ്യായവും 33-ാം അധ്യായവും നാം ചേർത്ത് പഠിക്കുമ്പോൾ കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ സവിസ്തരമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയും. अध्याय 3 और अध्याय 33 को साथ में पढ़े तो पहरेदार की जिम्मेदारियों को हम साथ में पढ़े तो जिम्मेदारियां समझ सकते हैं। ആമേൻ.
ദൈവവചനം നാം വ്യക്തമായി പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വന്നിരിക്കുന്ന, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കാവൽക്കാരൻ എന്നുള്ളതായ ഒരു പദവിയിൽ ദൈവമാക്കിയിരിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ കഴിയും. उद्धार पाए हुए हर एक परमेश्वर के संतान को पहरेदार की जिम्मेदारी भी दी गई है, ऐसा वचन से हम सीख सकते हैं. അത് ദൈവം നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. और ये जिम्मेदारी परमेश्वर से आई है. നാം നമ്മോട് തന്നെ ആമേൻ കടപ്പെട്ടവരാണ്. हम हमारे लिए जिम्मेदार जरूर നമ്മുടെ है. സഹോദരങ്ങളോട് കടപ്പെട്ടവരാണ്. साथ ही साथ हमारे भाइयों के लिए भी जिम्मेदार നമ്മുടെ है. ദേശത്തോട് हमारे കടപ്പെട്ടവരാണ്. देश के लिए जिम्मेदार है. ആമേൻ. അങ്ങനെ വിവിധ കടപ്പാടുകൾ ഈ ഉത്തരവാദിത്വത്തിൽ അടങ്ങിയിരിക്കുന്നത് നമുക്ക് പഠിക്കുവാൻ ऐसा സാധിക്കും. कई कर्ज हमें इस जिम्मेदारी में जुड़े हुए हैं. ചില കാര്യങ്ങൾ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന്, ഒരു കാവൽക്കാരൻ തന്നോട് തന്നെ കടപ്പെട്ടവനാണ്. एक सबसे पहली बात, पहरेदार अपने लिए ऊपर ही उसका जो है कर्ज है. നാം നമുക്ക് തന്നെ കാവൽക്കാരനായിരിക്കും. हम अपने लिए एक पहरेदार बने. നഹൂം പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നാം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. और नाहुम 2:1 में ऐसा लिखा है कि तू अपना दृढ़ बांधो, देखो नाश करने वाला आ रहा है, और अपना कमर कस लो और अपना दृढ़ कर लो. നോക്കണമേ, അവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒരു ദൈവ പൈതൽ സ്വയം ആമേൻ സംരക്ഷണം ചെയ്യണം. സ്വയം സംരക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വയം സംരക്ഷണം ആമേൻ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. और वहाँ पे वचन ये सिखाता है कि परमेश्वर का संतान पहले अपने खुद की रखवाली करे. കാരണം എന്ത്? ഒരു ശത്രു ഒരു ദൈവ പൈതലിനെതിരായി കയറി വരുന്നു അല്ലെങ്കിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. क्योंकि नाश करने वाला देखो आ रहा है. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ഓർത്തുകൊള്ളണം, പിശാചുമായി സന്ധിയില്ല സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ദൈവമക്കൾ. और उद्धार पाए वाले हमें यह समझना चाहिए कि हमारा एक युद्ध है शैतान के साथ जो कभी रुकता नहीं. ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതത്തെ തളർത്തിക്കളയുവാൻ, അവനെ മുടിച്ചു കളയുവാൻ, നശിപ്പിക്കുവാൻ പോരാടുന്ന ശത്രുവിന്റെ ശക്തികളെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നു. और परमेश्वर के संतान को हराने के लिए हमेशा कोशिश करने वाले शैतान के बारे में यहाँ पे लिखा गया है. ലോകം, ജഡം, പിശാച്, ആമേൻ, ഇത് ഒരു ദൈവ പൈതലിന് വിരോധമായി നിൽക്കുന്ന ശത്രുക്കളാണ്. और पाप ये दुनिया, हमारा जड़ और शैतान, ये सब परमेश्वर के संतान के खिलाफ ആമേൻ. रहता है. യേശു കർത്താവിനെ രക്ഷകനായി ഒരുവൻ കൈക്കൊണ്ട നാളു മുതൽ ആമേൻ പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന്, അവന്റെ തടവറയിൽ നിന്ന്, അവന്റെ അധികാരത്തിന് കീഴിൽ നിന്ന് അവൻ പുറത്തു വന്നിരിക്കുകയാണ്. और यीशु मसीह को स्वीकार करने के बाद एक इंसान जो है शैतान की गुलामी से, बंदगी से जो है बाहर आता है. അങ്ങനെയുള്ളതായ ഒരു ദൈവ പൈതലിന് വിരോധമായിട്ട് എല്ലാ കാലത്തും ആമേൻ പോരാട്ടങ്ങളുണ്ട്. और ऐसे छुटकारा पाए हुए संतान के ऊपर शैतान हमेशा युद्ध करते रहता എല്ലാ है. സമയങ്ങളിലും അവന് യുദ്ധങ്ങളുണ്ട്. हमेशा उसके खिलाफ युद्ध എല്ലാ रहता है. സമയങ്ങളിലും അവന് और എതിർപ്പുകളുണ്ട്. उसके खिलाफ हमेशा कुछ ना कुछ होता है. അവന്റെ വിവിധങ്ങളാകുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച്, തന്ത്രങ്ങൾ ഉപയോഗിച്ച്, പദ്ധതികൾ ഉപയോഗിച്ച് ഏത് തരത്തിലെങ്കിലും ഒരു ദൈവ പൈതലിനെ കീഴ്പ്പെടുത്തുവാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. और किसी ना किसी रीति से जो है वो दुश्मन परमेश्वर के संतान को हराने की कोशिश शैतान करेगा. ഇവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു, സംഹാരകൻ നിനക്കെതിരെ കയറി വരികയാണ്. और यहाँ पे वचन में पढ़ते हैं कि नाश करने वाला तेरा खिलाफ आ അത് रहा है. ദേശത്തോടുള്ളതായ പ്രവചനമാണെങ്കിൽ പോലും ഒരു ദൈവ പൈതലിനെ ഏറ്റെടുത്ത് ആമേൻ അതിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയായി തീരണം. ഒരു ദൈവ പൈതലിന് വിരോധമായി കയറി വരുന്ന ഒരു സംഹാരകൻ, അവന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സംഹരിച്ചു കളയുക, മുടിച്ചു കളയുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. और भले ये देश के बारे में लिखा है, लेकिन एक परमेश्वर के संतान के जीवन में भी जो है ये बहुत ही अनिवार्य है. हमेशा नाश करने के लिए सत्यानाश करने वाला आ रहा है. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ഒരു ദൈവ പൈതൽ ചെയ്യേണ്ടത്? ऐसे एक माहौल में हमें क्या करना चाहिए? അവന്റെ സ്വയ സംരക്ഷണത്തിന് വേണ്ടി ഒന്ന് കോട്ട കാത്തുകൊള്ളണം. और अपने आप को बचाने के लिए पहले उसे जो है गढ़ को दृढ़ करना होगा. ആമേൻ. ദൈവം തമ്പുരാൻ വച്ചിരിക്കുന്ന ഒരു വലിയ സംരക്ഷണം അതിൽ ഓരോ ദൈവമക്കൾക്കുമുണ്ട്. और परमेश्वर ने अपने बच्चों के रखवाली के लिए चारों ओर जो है एक सीमा रखी ആ है. സംരക്ഷണം അതിൽ ആമേൻ നമുക്ക് പൊളിച്ചു കളയുവാൻ കഴിയും. और वो जो सीमा प्रभु ने रखी है हम उसे तोड़ सकते हैं. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, കോട്ട കാത്തുകൊള്ളണം. लेकिन वचन कहता है कि गढ़ को दृढ़ करो. ആ കോട്ട കാത്തെങ്കിൽ മാത്രമേ അതിനുള്ളിൽ സുരക്ഷിതത്വമുള്ളൂ. अगर हम उसे संभालेंगे तो ही हमें सुरक्षा ആ मिलेगी. കോട്ട തകർന്നു കഴിഞ്ഞാൽ ശത്രു അകത്ത് പ്രവേശിക്കും. अगर वो गढ़ टूट गया तो वो दुश्मन अंदर आएगा. ദൈവമക്കളുടെ ആമേൻ ജീവിതത്തിൽ എല്ലായ്പ്പോഴും അറിയേണ്ടതും സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒന്ന്, ഈ ലോകം കടക്കാതെ, ജഡം കടക്കാതെ, പിശാച് കടക്കാതെ, ആമേൻ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, ഈ ലോകമയച്ചും കടക്കാതെ, ആമേൻ, ഒരു കോട്ട
സംരക്ഷിക്കുന്ന കാവൽക്കാരനെ പോലെ സ്വയം ആമേൻ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഓരോരുത്തർക്കുമുണ്ട്. इसके लिए हम सबकी जिम्मेदारी है कि ये जो सीमा है इसके अंदर दुनिया की मोह माया, शैतान और हमारा जड़ इसके अंदर ना आ पाए. രണ്ട് വഴി സൂക്ഷിച്ചു നോക്കണമെന്ന് और പറയും. एक हमारा जो मार्ग है उसे अच्छे से देखें. ആമേൻ ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ദൈവത്തോട് ആലോചനകൾ हर एक ചോദിക്കണം. कदम रखने पर परमेश्वर से वाणी पूछे ദൈവത്തിന്റെ കൽപ്പനകളുടെ വഴികളിൽ നടക്കുവാൻ ഇടയായി और തീരണം. प्रभु की जो आज्ञा है उसके अनुसार चले ദൈവത്തിന്റെ ഹിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ और ഇടയാകരുത്. प्रभु की इच्छा या जो हित है उससे अलग ना हो. ആമേൻ ഏതുവഴിയെങ്കിലും യാത്ര ചെയ്യുവാൻ ദൈവപൈതലിന് അനുവാദമില്ല. और बस कैसा मनमानी चलो वैसी अनुमति नहीं है. അവൻ ദൈവം വച്ചിരിക്കുന്ന കൽപ്പനകളുടെ വഴികളിലൂടെ യാത്ര ചെയ്യണം. जो रास्ता प्रभु ने रखा है उसी के द्वारा चले ആമേൻ വഴി സൂക്ഷിച്ച് നോക്കുവാൻ ഇടയായി और തീരണം. रास्ते को अच्छे से देखें. ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പുകളിലും ആമേൻ സൂക്ഷ്മത ഉള്ളവരായിരിക്കണം ദൈവമക്കൾ. और हर एक रास्ता रखने पर बहुत ही ध्यान दे. മൂന്നാമത് പറയുന്നു അരമുറുക്കേണം. और तीसरा जो है कमर कसना चाहिए. ആമേൻ വീണ്ടും പറയുന്നു നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കണം. और अपने आप को अच्छे से बल दे. ആമേൻ ഏതു സമയത്തും ശത്രു കടന്നു വരും എന്നുള്ളത് കൊണ്ട് യുദ്ധക്കളത്തിലായിരിക്കുന്ന ഒരു പടയാളിയെ പോലെ അരമുറുക്കപ്പെട്ടവനായി ആമേൻ തങ്ങളെ തന്നെ ശക്തീകരിച്ച് ഒരുക്കമുള്ളവരായി ആമേൻ സൂക്ഷ്മതയുള്ളവരായി ആമേൻ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം और ഉപദേശിക്കുകയാണ്. युद्ध के लिए तैयार होने वाले एक सैनिक के समान हमेशा इसके लिए तैयार होना चाहिए. അനേക പ്രിയപ്പെട്ടവരെ തകർത്ത് ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. कई प्रियजनों को हराने वाली एक दुनिया में हम हैं. എന്നാൽ അവിടെ സൂക്ഷ്മതയുള്ളവരായിരിക്കുന്നെങ്കിൽ മാത്രമേ സ്വയം ആമേൻ സംരക്ഷിക്കപ്പെടുവാൻ ഇടയായി लेकिन वहां पर हम ध्यान दें तो ही हम जो है बच पाएंगे. ഒന്ന് യോഹൻ അതേ വിഷയത്തോളം ബന്ധത്തിൽ തന്നെ 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. पहले യോഹന്നാൻ की पत्री 5:18 में ऐसा लिखा है. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. और ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. और पहले यूहन्ना की पत्री 5:18 में ये ऐसा लिखा है, हम जानते हैं कि जो कोई परमेश्वर से उत्पन्न हुआ है वो पाप नहीं करता, पर जो परमेश्वर से उत्पन्न हुआ उसे वो बचाए रखता है और वो दुष्ट उसे छू नहीं पाता. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, जो परमेश्वर से उत्पन्न हुआ है वो उसे परमेश्वर संभालता है ദുഷ്ടൻ അവനെ തൊടുകയില്ല. और दुष्ट उसे छू नहीं पाता. ഹല്ലേലൂയ. हालेलुया. നോക്കണമേ, ആ വാക്യം വ്യക്തമായി പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ, ദൈവത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചവൻ, ദൈവ പൈതലായി തീർന്നൊരു ഒരുവനെ കുറിച്ച് പറയുന്നു, പാപത്തിന് അവനിൽ സ്ഥാനമില്ല. और जो परमेश्वर से उत्पन्न हुआ है, जिसने अपना जीवन परमेश्वर के लिए जिया है और जीता है, उसमें पाप नहीं है. അവൻ തന്നെത്താൻ സൂക്ഷിക്കുവാനിടയായി തീരുന്നു. और वो अपने आप को संभालता है. ആമേൻ. അവൻ സൂക്ഷിക്കുന്നത് കൊണ്ട് ദുഷ്ടൻ അവനെ തൊടുവാനിടയാകില്ല. क्योंकि वो अपने आप को संभालता है, दुष्ट उसे छू नहीं पाता. അവിടെ നാം അലക്ഷ്യമായി കരുതേണ്ട ഒന്നല്ല ക്രിസ്ത്യ ജീവിതം എന്നുള്ളതാണ് നമുക്ക് പഠിക്കുവാൻ കഴിയും. और मसीह जीवन को हम मामूली या साधारण नहीं समझ सकते. പാപത്തിന് മരിച്ചതായ ഒരു വ്യക്തിയാണ് കർത്താവിന് വേണ്ടി ജീവിക്കുന്നത്. और जो पाप के लिए मरता है वही प्रभु के लिए जीता है. ആമേൻ. പാപത്തിനല്ല ആമേൻ ജീവിതത്തിൽ ശരീരത്തിൽ ജീവനുള്ളത്. ആമേൻ. കർത്താവിനായിരിക്കണം ജീവനുള്ളത്. और हमारे शरीरों में पाप नहीं जीना चाहिए, लेकिन प्रभु जीना चाहिए. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും തമ്മിൽ വിരോധമാണെന്ന് പറയുകയാണ്. और जड़ जो है आत्मा के खिलाफ है और आत्मा जड़ के खिलाफ है, ऐसा वचन सिखाता है. ആമേൻ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവന് മാത്രമേ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയുകയുള്ളൂ. जो आत्मा की सुनकर चलता है वही एक जयवंत मसीह जीवन निभा सकता है. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം और പഠിപ്പിക്കുന്നു. वचन ये भी सिखाता है कि जो यीशु मसीह में है वो एक नई सृष्टि है. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി ആത്മാവിനെ അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് പിശാചിനോട് എതിർത്ത് ജീവിക്കുന്ന, പാപത്തിന് വിധേയപ്പെടാതെ പാപത്തെ ആമേൻ പാപത്തോട് പോരാടി ജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയും, ദുഷ്ടന് അവനെ തൊടുവാൻ കഴിയുകയില്ല. और ऐसा जो परमेश्वर पे उत्पन्न होकर पाप से खिलाफ लड़ने वाला एक इंसान कह सकता है कि पाप मुझे नहीं छू सकता. ആമേൻ. അനേക ഭാഗങ്ങൾ തിരുവചനത്തിൽ ഇതിനുള്ള ബന്ധത്തിൽ ഉദ്ധരിക്കുവാൻ और കഴിയും. इसी के विषय में कई सारे वचन और भी है. ആമേൻ. എന്നെല്ലാം ആമേൻ ഈ ഭാഗം ഇവിടെ ചുരുക്കുകയാണ്. ഒന്ന്, ഒരു കാവൽക്കാരൻ സ്വയ സംരക്ഷണയ്ക്ക് വേണ്ടിയുള്ളത് അറിഞ്ഞിരിക്കണം, കരുതുന്നവനായിരിക്കും. लेकिन इस विषय के ऊपर हम यहाँ पर विराम लगाते हैं. एक इंसान अपने आप की पहरेदारी करे, रखवाली करे. രണ്ടാമത് ആമേൻ, ഒരു കാവൽക്കാരൻ തൻ്റെ സഹോദരൻ്റെ സംരക്ഷകനാണ്. और दूसरा, एक पहरेदार जो है अपने भाई का भी पहरेदार है. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമുക്കറിയാം, യഹോവയായ ദൈവം കയീനോട് ചോദിക്കുന്നു, നിന്റെ അനുജനായ ഹാബേൽ എവിടെ?
എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. और वहाँ पर ऐसा लिखा है, उत्पत्ति का पुस्तक अध्याय 4 उसके 9 में, तब यहोवा ने कैन से पूछा, तेरा भाई आबिल कहाँ है? उसने कहा, मालूम नहीं, क्या मैं अपने भाई का रखवाला हूँ? ചരിത്രം നമുക്കറിയാം. ഖയീനും ഹാബേലും ദൈവസന്നിധിയിൽ യാഗാർപ്പണത്തിനായിട്ട് അല്ലെങ്കിൽ ആരാധനയ്ക്കായി കടന്നുപോയി. इसके पीछे जो घटना है हमें अच्छे से पता है. आबिल और कैन जो है परमेश्वर की आराधना के लिए भेंट चढ़ाने गए. ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുവാനിടയായി. एक की आराधना में परमेश्वर प्रसन्न हुआ. ഖയീനിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ലെന്നാൽ ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിക്കുവാനിടയായി. परमेश्वर हाबिल और उसके भेंट पर परमेश्वर प्रसन्न हुआ, लेकिन कैन और उसके भेंट पर परमेश्वर प्रसन्न नहीं हुआ. ദൈവപ്രസാദം ലഭിക്കാത്തതായ ഖയീന്റെ മുഖം വാടുവാനിടയായി. और परमेश्वर प्रसन्न नहीं हुआ, इसके लिए कैन बहुत उदास हो गया. അതുവരെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന സഹോദരങ്ങൾ തമ്മിൽ ശത്രുത ഹാബേലിനെ ഖയീൻ വെറുക്കുവാൻ തുടങ്ങി. और अब तक खुशी में होने वाले दोनों भाइयों को बीच में दरार आ गई. ആമേൻ. കാരണം മറ്റൊന്നുമല്ല, ഒരുവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു, മറ്റവന്റെ യാഗത്തിൽ ദൈവം और പ്രസാദിച്ചില്ല. कारण यही है, एक पर परमेश्वर प्रसन्न हुआ, दूसरे पर नहीं हुआ. എന്നാൽ അവിടെ വ്യക്തമായി പറയുന്നു എന്തുകൊണ്ടാണ് പ്രസാദിക്കാഞ്ഞത് എന്ന് അവിടെ പറയുന്നുണ്ട്. और कारण भी दिया गया है कि परमेश्वर प्रसन्न क्यों नहीं हुआ. ഖയീനിൽ ദൈവം പ്രസാദിക്കാഞ്ഞത് കൊണ്ടാണ് അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കാതെ പോയത്. और परमेश्वर कैन पर प्रसन्न नहीं हुआ, इसके लिए उसके भेंट पर भी प्रसन्न എന്നാൽ नहीं हुआ. ഹാബേലിൽ പ്രസാദിച്ച ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിക്കുവാനിടയായി. और लेकिन आबेल पर प्रसन्न होने वाला परमेश्वर उसकी भेंट पर भी प्रसन्न हुआ. നോക്കണമേ, ഹാബേലിൽ പ്രസാദിച്ചു എന്നുള്ള കാരണത്താൽ क्योंकि परमेश्वर आबेल पर प्रसन्न हुआ, ഖയീൻ ആമേൻ നിരാശനാകുവാനും കോപാകുലനാകുവാനും ഇടയായി. इस बात पर कैन जो है निराश हो गया और गुस्से में आ गया. തന്റെ സഹോദരനായ ഹാബേലിനുമായിട്ട് വയലിലേക്ക് പോവുകയും അവിടെ അവനെ കൊല്ലുവാനും ഇടയായി. ചരിത്രം നമുക്കറിയാം. और इसके लिए कैन अपने भाई आबेल को खेत पर ले गया और वहां पर उसे मार दिया. അങ്ങനെ അവൻ അത് കഴിഞ്ഞ സന്ദർഭത്തിൽ യഹോവയായ ദൈവം ഖയീനോട് ചോദിക്കുകയാണ്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ? और इस घटना के बाद जो है परमेश्वर जो है कैन को पूछता, तेरा भाई हाबेल कहाँ पर है? ഖയീൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ അനുജനായ ഹാബേലിന്റെ കാവൽക്കാരനാണോ ഞാൻ എന്ന് तो ചോദിക്കുകയാണ്. कैन परमेश्वर को पूछता है, क्या मैं मेरे भाई का रखवाला हूँ? നോക്കണമേ, കാവൽക്കാരനായിരിക്കേണ്ട മനുഷ്യൻ ആമേൻ തന്റെ സഹോദരന്റെ ഘാതകനായി മാറുവാനിടയായി. जिसे रखवाली करना चाहिए वही जो है उसका कातिल बना. എന്നാൽ ദൈവം ആഗ്രഹിച്ചിരുന്ന ഒരു തത്വമുണ്ട്, ദൈവം വച്ചിരുന്ന ഒരു തത്വമുണ്ട്. ആമേൻ സഹോദരന്റെ കാവൽക്കാരനായി ആമേൻ അവരനായിരിക്കണം എന്നുള്ളതാണ്. लेकिन परमेश्वर की इच्छा यही थी कि हम अपने भाइयों के रखवाले बने. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ സഹോദരങ്ങളുടെ കാവൽ ആമേൻ നാം ഏറ്റെടുക്കുക, ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുക. परमेश्वर ने हमें दी हुई जिम्मेदारियों में से एक बड़ी जिम्मेदारी यह है, हमारे भाइयों की रखवाली करें. എന്നാൽ വളരെ സങ്കടമെന്ന് പറയട്ടെ, ആമേൻ അനേക സഹോദരങ്ങൾ തങ്ങളുടെ സഹോദരങ്ങൾക്ക് കാവൽക്കാരായിരിക്കുന്നതിന് പകരമായിട്ട് ആമേൻ പലരുടെയും ഘാതകരായി തീരുന്നത് നമുക്ക് കാണുവാൻ കഴിയും. लेकिन दुख की बात यह है कि हम रखवाली करने के बजाय कई भाई जो है एक दूसरे के कातिल बनते തങ്ങളുടെ हैं. വാക്കുകൾ കൊണ്ട്, തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട്, തങ്ങളുടെ ഇടപാടുകൾ, ചിന്തകൾ, വ്യവഹാരങ്ങൾ കൊണ്ട് അനേക ആമേൻ അനുജന്മാരെ കൊന്നുകളഞ്ഞൊരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. अपने बातों से, व्यवहार से, उनके कार्यों से, कर्मों से अपने भाइयों के लिए जो है उनका खात्मा करते हैं. ആത്മീയമായി മുന്നോട്ട് പോകേണ്ട അനേക പ്രിയപ്പെട്ടവരെ കൊന്നൊടുക്കിയ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. आत्मिक रूप से कई लोगों को जो आगे बढ़ना चाहिए तो उनका खात्मा हो गया, वैसी एक दुनिया में അനേകരുടെ ആമേൻ ജീവിതം കൊണ്ട് അനേകർക്ക് മുൻപ് ആമേൻ ജീവൻ പ്രാപിക്കുവാൻ കഴിയേണ്ടതിന് പകരമായിട്ട് ആമേൻ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. और अपने जीवन से कोई लोगों को जीवन देने के बजाय उनको मृत्यु की ओर ले गए, ऐसे भी अनुभव हमें पता ആമേൻ. है. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരിക്കലും ദൈവം അത് പ്രതീക്ഷിക്കുന്നില്ല. ദൈവം എക്കാലത്തും ആഗ്രഹിക്കുന്നത് ആ ഒരു ദൈവ പൈതൽ തൻ്റെ സഹോദരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കണം, അവരെ സംരക്ഷിക്കുവാൻ, അവരെ ആത്മീയമായി പരിപോഷിക്കുവാൻ, അവരെ സൂക്ഷിക്കുവാൻ, ശത്രു തൊടാതെ അവരെ ആമേൻ കാക്കുവാൻ, അവരുടെ ജീവിതം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് ജീവനും ആരോഗ്യവും ശക്തിയും പ്രാപിക്കത്തക്ക നിലയിൽ അവരെ കരുതേണ്ട, സൂക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് സകല ദൈവമക്കൾക്കും ദൈവം നൽകിയിരിക്കുന്നത്. लेकिन परमेश्वर के लोगों के ऊपर यह जिम्मेदारी दी है कि वो अपने भाइयों की रखवाली करे, उनके लिए जो उनके जीवन, उनके स्वास्थ्य और उनके आत्मिक बढ़ोतरी के लिए और वो सामर्थ्य पाए, इसके लिए हम प्रार्थना करें और उनकी रखवाली करें. 3 ദേശത്തിന്റെ അല്ല ജനത്തിന്റെ കാവൽക്കാരൻ ആമേൻ ആക്കി ദൈവം തന്റെ ജനത്തെ വച്ചിരിക്കുകയാണ്. तीसरी बात, देश की रखवाली करने के लिए परमेश्वर ने रखा है. ഒരു ദേശത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, एक देश की सारी जिम्मेदारी, ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം, एक राज्य की सारी जिम्मेदारी,
जिम्मेदारी, ഒരു ആമേൻ ജനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. एक प्रजा की जिम्मेदारी. ഇവിടെ എസെക്കിയേൽ പ്രവാചകനോട് പറയുന്നത്, ഇസ്രായേൽ ഗ്രഹത്തിന് മുഴുവനും നിന്നെ ഒരു കാവൽക്കാരനാക്കി ഞാൻ വച്ചിരിക്കുകയാണ്. परमेश्वर एसेकिएल को कहता है कि इस्राएल घराने के ऊपर मैंने तुझे एक रखवाला बनाकर रखा है. ആമേൻ 33-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദേശത്ത് വരുന്നതായ വാള് കണ്ടിട്ട് കാവൽക്കാരൻ ആമേൻ മൗനമായിരിക്കാൻ പാടില്ല. ദേശത്തെ ജനത്തെ അത് ഓർപ്പിച്ച് ഉണർത്തേണം. और देश के खिलाफ जो तलवार आ रही है वो देखकर रखवाला करने वाला जो है शांत ना बैठे, लेकिन लोगों को उठाकर उनको चेतावनी दे. ദേശത്തൊരു കാവൽക്കാരനെ ആക്കിയിരിക്കുമ്പോൾ जब देश में एक रखवाले को ആ रखा गया है, ദേശത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമാണ് അവന്റെ പക്കൽ उस കൊടുത്തിരിക്കുന്നത്. देश की सारी जिम्मेदारी उसके ऊपर दी गई है. ആ ദേശത്തിന് വിരോധമായി ശത്രു വന്നാൽ और उस देश के खिलाफ अगर दुश्मन आएगा, അവന്റെ ആരവങ്ങളെ, അവന്റെ വരവിനെ, അവന്റെ പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള കഴിവും ആമേൻ ശ്രദ്ധയും ആമേൻ കാവൽക്കാരനുണ്ടായിരിക്കണം. और उस दुश्मन के चाल चलन को, दुश्मन के आगमन को समझने का ज्ञान उस रखवाले को होना चाहिए. അത് അറിയുക മാത്രമല്ല, അവൻ അറിയിക്കേണ്ടവരെ അത് അറിയിക്കുവാനിടയായി. सिर्फ ज्ञान होना ही काफी नहीं है, ये ज्ञान को दूसरों के साथ बांटना भी जरूरी है. എങ്കിൽ മാത്രമേ ജനത്തിന് സൂക്ഷ്മതയുള്ളവരായിരിക്കാൻ കഴിയുകയുള്ളൂ. अगर ऐसा रखेंगे तो ही लोग जो है संभालेंगे अपने आप എന്നാൽ ഈ को. കാവൽക്കാരൻ ആ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തിയാൽ, लेकिन अगर रखवाली करने वाला अपनी जिम्मेदारियों से पीछे हटा तो ദേശത്ത് ന്യായ അല്ലെങ്കിൽ വാള് വരികയും ആമേൻ ജനത്തെ കൊന്നുകളയുകയും ചെയ്യുവാനിടയാകും. अगर वो पीछे हट गया तो देश में तलवार आएगा और लोग मरेंगे. ഒരുപക്ഷെ ശത്രുവിന്റെ വാളാകാം, हो सकता है दुश्मन की तलवार हो, അതല്ലെങ്കിൽ ന്യായവിധിയുടെ വാളാകാം, हो सकता है न्याय दंड का ആമേൻ तलवार हो, ദൈവത്തിന്റെ ന്യായവിധിയുടെ വാളാകാം. वो परमेश्वर के न्याय दंड का तलवार हो. എന്തു തന്നെയായാലും भले कोई भी हो, അത് ദേശത്തോട് ജനത്തോട് അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് ആമേൻ ഈ കാവൽക്കാരനുള്ളത്. लेकिन वो कुछ भी हो, लोगों को बताना, उनको चेतावनी देना, वो पहरेदार की जिम्मेदारी है. നോക്കണമേ, സ്വന്തമായ വ്യക്തിപരമായ ജീവിതത്തെ കാവൽ ചെയ്യണം. व्यक्तिगत रूप से अपनी जिंदगी की पहरेदारी രണ്ട് करो, സഹോദരനെ കാവൽ अपने ചെയ്യണം. भाइयों का रखवाला बनो, 3 ദേശത്തെ മുഴുവൻ കാവൽ और सारे ചെയ്യണം. देश की पहरेदारी करो. ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾക്ക് ആമേൻ അനുസരിച്ച് അവിടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തത പാലിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ और പഠിപ്പിക്കുന്നത്. वचन हमें ये सिखाता है कि जो जिम्मेदारी दी हो उसमें हम विश्वास योग्य बने. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, एफएससी की लिखी हुई पत्री अध्याय 6 उसके वचन 10 से अगर हम ध्यान दें तो ആമേൻ ഈ കാവൽക്കാരൻ പിശാചിൻ്റെ അഥവാ ശത്രുവാം പിശാചിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് നമുക്കവിടെ ശ്രദ്ധിക്കുവാൻ കഴിയും. और एक हमें ये जो पहरेदार है उसको पहले दुश्मन से बचना चाहिए, वैसा लिखा गया है. ഒരു ദൈവ പൈതലിന് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞിട്ട് അതിന് വിരോധമായി അല്ലെങ്കിൽ അതിനെ നേരിടുവാൻ എങ്ങനെ ഒരു ദൈവ പൈതൽ സജ്ജമാകണം എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. शैतान की युक्तियों को समझकर उसके खिलाफ लड़ने के लिए कैसा तैयार होना चाहिए वो वचन हमें समझाता है. ശത്രു എത്ര ശക്തനാണോ അതുപോലെ ആയിരിക്കണം ഈ കാവൽക്കാരൻ അല്ലെങ്കിൽ ഈ എതിരിടുന്ന വ്യക്തി തയ്യാറാകേണ്ടത്. दुश्मन कितना शक्तिशाली हो, उसे लड़ने वाला पहरेदार भी उतना ही शक्तिशाली होना चाहिए. 10-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. वचन 10 में इस तरह लिखा है, प्रभु और उसकी शक्ति के प्रभाव में बलवंत रहो. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. और परमेश्वर के सारे हथियार बांध लो कि तुम शैतान की युक्तियों के सामने खड़े रह सको. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. क्योंकि हमारी जो लड़ाई है वो लहू या मांस से नहीं है, परंतु प्रधानों और अधिकारियों से और इस संसार के अंधकार के हकीमों से और उस दुष्टता की आत्मिक सेना से है जो आकाश में है. നോക്കണമേ, പിശാചിന്റെ പദ്ധതികളോട് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ഒരു ദൈവ പൈതൽ, ഒരു കാവൽക്കാരൻ സ്വയം തയ്യാറാകുവാനിടയായി തീരണം. संसार की युक्तियों, शैतान की युक्तियों से लड़ने के लिए पहरेदार तैयार होना चाहिए. നോക്കണമേ, ശത്രുവായ പിശാചിന്റെ പദ്ധതികളെ തിരിച്ചറിയുവാനുള്ള ഈ ആത്മിക ജ്ഞാനം ഒരു ദൈവ പൈതൽ उसकी ഉണ്ടായിരിക്കണം. युक्तियों को समझने का आत्मिक ज्ञान होना चाहिए. ആമേൻ. സ്വന്തം കഴിവ് കൊണ്ട് ഒരുപക്ഷെ അവനെ ജയിപ്പാൻ കഴിഞ്ഞെന്ന് വരികയില്ല. हो सकता है हमारे खुद के बल से हम എന്നാൽ दुश्मन पर नहीं ദൈവത്തിന്റെ जीत വചനം पाए. പറയുന്നു, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടാൽ ശത്രുവിന്റെ മേൽ ജയം പ്രാപിക്കുവാൻ अगर കഴിയും. प्रभु और उसके
शक्ति के बल प्रभाव में बलवंत रहो तो जीत पाओगे। ആരോടാണ് പോരാടുന്നത്, ആരോടാണ് പോരാടേണ്ടത് എന്ന് ഒരു ദൈവപൈതൽ തിരിച്ചറിയണം. हमारी लड़ाई किससे है, किससे होनी चाहिए, ये ज्ञान हमें होना चाहिए। പലരും ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ട് ജഡരക്തങ്ങളോട് പോരാടുകയാണ്, ये ज्ञान की कमी की वजह से एक दूसरे से लड़ते हैं, സഹോദരങ്ങളോട് भाई പോരാടുകയാണ്, बहनों से लड़ते हैं, മതത്തോട് പോരാടുകയാണ്, और धर्म से लड़ते हैं, മറ്റുള്ളവരോട് പോരാടുകയാണ്, दूसरों से लड़ते हैं, അയൽവാസികളോട് പോരാടുകയാണ്, पड़ोसियों से लड़ते हैं, കൂട്ടു സഹോദരങ്ങളോട് और പോരാടുകയാണ്. खुद के भाई बहनों से എന്നാൽ लड़ते വചനം പറയുന്നു ജഡരക്തങ്ങളോടല്ല നമുക്ക് हैं। പോരാട്ടമുള്ളത്, लेकिन वचन समझ सिखाता है മറിച്ച് വാഴ്ചയോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ ഒരു ദൈവപൈതലിന് പോരാട്ടമുള്ളത്. लेकिन हमारा लड़ाई जो है मांस और लहू या किसी इंसान से नहीं है, लेकिन हालेलुया। अधिकारियों से, प्रधानियों से और संसार के अंधकार के हकीमों से है और उस दुष्ट आत्मा सेना से है। അങ്ങനെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവപൈതൽ ഒന്ന് തന്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. हालेलुया। एक हमें खुद की शक्ति और परमेश्वर के अद्भुत शक्ति के ऊपर भी हमारा भरोसा होना രണ്ട് चाहिए। പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. शैतान की युक्तियों को समझना चाहिए। മൂന്ന്, അവനോട് എതിർക്കേണ്ടതിന് സർവായുധ വർഗം और ധരിക്കണം. उससे लड़ने के लिए सारे हथियार को पहन लेना चाहिए। അതിന്റെ 4-ാം വാക്യം മുതൽ നമുക്ക് 14-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് और उसके രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 14 से हम देख सकते हैं कि सो सत्य से अपनी कमर कसकर और धार्मिकता की बिलम पहनकर, पाँवों में मेल का सुसमाचार की तैयारी के जूते पहनकर और सबके साथ विश्वास की ढाल लेकर स्थिर रहो और उस दुष्ट से सब जलते हुए तीरों से बुझा सको। और उद्धार का टोप और आत्मा की तलवार जो परमेश्वर का वचन है ले लो, और हर समय और हर प्रकार से आत्मा में प्रार्थना करो और विनती करते रहो, इसलिए जागते रहो कि पवित्र लोगों के लिए लगातार विनती करो। എന്തൊക്കെ ആയുധങ്ങളാണ് ധരിക്കേണ്ടതെന്നും क्या क्या हथियार पहनना चाहिए അതെങ്ങനെയാണ് और ധരിക്കേണ്ടതെന്നും वो कैसे पहनना चाहिए ഇവിടെ വ്യക്തമായി यहाँ पे स्पष्ट രേഖപ്പെടുത്തുകയാണ്. किया गया है। അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ശത്രുവിനോട് എതിർക്കുവാൻ ऐसे കഴിയുകയുള്ളൂ. करने पर ही हम दुश्मन से लड़ पाएंगे। അങ്ങനെയെങ്കിൽ മാത്രമേ യുദ്ധത്തിൽ ജയം പ്രാപിക്കുവാൻ ऐसा करने കഴിയുകയുള്ളൂ. पर ही हम दुष्ट पे അങ്ങനെ युद्ध में जीत എങ്കിൽ मिलेगा। മാത്രമേ പരാജയമില്ലാത്ത ഒരു വിജയശാലിയായ അല്ലെങ്കിൽ വിജയകരമായ ജീവിതത്തിന് ഉടമകളായി തീരുവാൻ ऐसे കഴിയുകയുള്ളൂ. करने पर ही एक जयवंत जीवन हम पा सकेंगे। ഹല്ലേലൂയ. ഒരു കാവൽക്കാരൻ സ്വയം സജ്ജമായിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർ സജ്ജമാകുവാൻ അവരെ ഒരുക്കുവാൻ ഇടയായി തീരും. एक पहरेदार अगर खुद तैयार रहेगा तो ही दूसरों को भी तैयार कर पाएगा। പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കുമുള്ള ഉത്തരവാദിത്വം ചെറുതല്ല. हमें पर जो जिम्मेदारी है वो कोई मामूली या छोटी नहीं है। എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം വലുതാണ്. हमारे पर जो जिम्मेदारी है वो बहुत ही बड़ी है। ആകയാൽ ആ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. इसके लिए उस जिम्मेदारियों का बोध और ज्ञान होने के लिए प्रभु हमें मदद അപ്പോൾ करे। കാവൽക്കാരൻ ഒന്നാമത് ഒരു സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വമാണ് അവൻ ഏറ്റെടുക്കേണ്ടത്. एक अब उसे संभालने की या रखवाली करने की जिम्मेदारी होनी चाहिए। രണ്ടാമത് അവൻ ഓർപ്പിക്കണം, വാണിങ് നൽകുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ ആ ഭാഗം ഓർപ്പിച്ചു വിടുവാൻ ഇടയായി. और दूसरा उसको जो है दूसरों को चेतावनी देने की जिम्मेदारी भी हुई है। ദേശത്തിന്മേൽ വരുന്ന വാള് കണ്ടിട്ട് മൗനമായിരിക്കരുത്, അത് ഓർപ്പിച്ച് ഉണർത്തുവാൻ, അറിയിക്കേണ്ട ഇടത്ത് അറിയിക്കുവാൻ ഇടയാകണം. और देश के ऊपर जो तलवार आ रही है वो देखकर चुप बैठने के लिए नहीं, लेकिन लोगों को सतर्क करने की जिम्मेदारी है उसकी। ആമേൻ. ഓർപ്പിച്ചുണർത്തുന്ന എന്തൊക്കെയാണ് ഓർപ്പിച്ചുണർത്തേണ്ടത്? और क्या क्या बातें उन्हें बताकर जगाना ഒന്ന്, चाहिए। ദേശത്ത് വരുന്ന വാളിനെ കുറിച്ച് അവൻ ഓർപ്പിക്കണം. एक देश के खिलाफ जो तलवार आ रही है वो बताना അവൻ चाहिए। ഓർപ്പിക്കാതെ ഇരുന്നിട്ട് ഒരുവൻ വാളിനകപ്പെട്ടാൽ അവന്റെ രക്തം കാവൽക്കാരനോട് ചോദിക്കും. और मालूम होने के बाद भी अगर नहीं बताया और तलवार के कारण किसी की प्राण चली गई तो उस प्राण का दोष इस पहरेदार के ऊपर है। എന്നാൽ അവൻ അറിഞ്ഞിട്ട് കാക്കാതിരുന്നാൽ അവന്റെ രക്തം അവന്റെ തലമേൽ തന്നെ ഇരിക്കും. കാവൽക്കാരന്റെ പ്രാണനെ അവൻ രക്ഷിക്കുവാനിടയായി. लेकिन पहरेदार ने बता दिया, लेकिन बताने पर भी उसने ध्यान नहीं दिया और उसके प्राण चले गए तो पहरेदार के ऊपर दोष नहीं। 2 എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ പറയുന്നു, ദുഷ്ടന്റെ ദുഷ്ടതയെയും ദുർമാർഗത്തെയും ഓർപ്പിച്ച് ഉണർത്തുവാനിടയായി തീരണം. एसेकल की भविष्यवाणी 3 के 18 और 19 में लिखा है, जब मैं दुष्ट से कहूँ कि तू निश्चय मरेगा और उसके बारे में उसको याद नहीं दिलाए
तो वो भी उसकी जिम्मेदारी है। ദുഷ്ടന്റെ ദുഷ്ടതയെക്കുറിച്ച് അവനെ ഓർപ്പിക്കണം. दुष्ट के दुष्ट कर्मों के बारे में उसे बताओ, അതിന്റെ കോൺസിക്വൻസിനെ കുറിച്ച്, അതിന്റെ അനന്തര ഫലങ്ങളെ കുറിച്ച് ഓർപ്പിക്കണം. और उस दुष्टता की वजह से उसके ऊपर क्या बीत सकती है उसके बारे में भी बताओ। ദുഷ്ടന്റെ ദുഷ്ടതയെക്കുറിച്ച് അവന് ബോധം വരുത്തണം. और उसकी दुष्टता का उसे बोध और ज्ञान दो। പാപികളുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തണം. पापियों को उनके पाप के बारे में बोध दो। തെറ്റ് ചെയ്യുന്നവൻ അവന്റെ തെറ്റിനെ കുറിച്ച് ബോധം വരുത്തണം. जो गलती कर रहा है उसकी गलती का उसे समझ दो। അനീതി ചെയ്യുന്നവന്റെ അനീതിയെ കുറിച്ച് ബോധം വരുത്തണം. और जो अधर्म करता है उसके अधर्म का ज्ञान दो। ദൈവ വഴി വിട്ട് യാത്ര ചെയ്യുന്നവന്റെ ആമേൻ വഴിയെ കുറിച്ച് ബോധം വരുത്തണം. और परमेश्वर का रास्ता छोड़कर जो सफर कर रहा है उसको भी उसका बोध दो। ഈ ഉത്തരവാദിത്വം ഒരു കാവൽക്കാരനിൽ നിക്ഷിപ്തമാണ്. और ये जिम्मेदारी एक पहरेदार की जिम्मेदारी है। പ്രിയരെ, എനിക്കും നിങ്ങൾക്കും ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല. हम इससे से अलग नहीं, पीछे नहीं हट ഒരു सकते। ഭാവിയെ കണ്ടിട്ട്, ഒരു ദുഷ്ടനെ കണ്ടിട്ട്, അല്ലെങ്കിൽ തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്ന ഒരുവനെ കണ്ടിട്ട് എനിക്കും നിങ്ങൾക്കും മാറി നിൽക്കുവാൻ കഴിയുകയില്ല. വചനം പറയുന്നു, അവന്റെ ദുഷ്ടത ഓർമ്മപ്പെടുത്തണം, അവന്റെ വഴികളെ കുറിച്ച് അവനെ ബോധ്യം വരുത്തുക. और एक दुष्ट के रास्ते को देखकर हम पीछे नहीं हट सकते, हमें उसे याद दिलाना चाहिए कि वो जो कर रहा है गलत है। 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇനി അഥവാ നീതിമാൻ നീതി വിട്ടുമാറി നീതികേടിലേക്ക് തിരിയുകയാണെങ്കിൽ അവന്റെ അനീതിയെക്കുറിച്ച്, അവന്റെ വഴിമാറ്റത്തെക്കുറിച്ച് അവന് ബോധം വരുത്തണം. और अगर उसके वचन 20 में ऐसा लिखा है कि फिर एक धर्मी व्यक्ति अपनी धार्मिकता छोड़कर वो बुरे कामों में जुड़ता है, तो उसको उस रास्ते पर से भी हटाओ, उसे याद दिलाओ, ये भी जिम्मेदारी അപ്പോൾ है। ദുഷ്ടനെ മാത്രമല്ല നോക്കേണ്ടത്, तो इसके लिए सिर्फ दुष्ट व्यक्ति को ही नहीं, നീതിമാന്റെ മേലും ഈ കാവൽക്കാരന്റെ ശ്രദ്ധയുണ്ടായിരിക്കണം. जो धर्मी है उसी को भी हम देखें। ഒരു നീതിമാൻ തന്റെ നീതി പ്രവൃത്തികൾ വിട്ടുതിരിയുന്നു എങ്കിൽ അവനോട് അത് ഓർമ്മപ്പെടുത്തണം. ആമേൻ. അവൻ മടങ്ങി വരുവാൻ തക്കവണ്ണം അവനെ പ്രബോധിപ്പിക്കണം. और एक धर्मी व्यक्ति अगर धर्म के व्यक्ति से अलग होता है, मन फिरकर बुरे रास्ते पे जाता है, तो उसे भी बताओ। അങ്ങനെയെങ്കിൽ എത്രമാത്രം സൂക്ഷ്മതയോടെ കാവൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ കാര്യങ്ങൾ വീക്ഷിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കടപ്പാട്, കർത്തവ്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുമ്പോൾ പ്രിയരെ നമുക്ക് തിരിച്ചറിയുവാനിടയായി തീരട്ടെ. इसके लिए कितनी बड़ी जिम्मेदारी और कितने ध्यान से हमें ये बातों को देखना है, परखना है और करना है। कितनी बड़ी जिम्मेदारी दी है, इस वचन से हमें समझ में आता है। ഒരിക്കലും ലാഘവത്തോടെ നമുക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. इसके लिए अभी साधारण जीवन बिल्कुल नहीं जी അവൻ सकते। ഞാൻ നന്നായിരിക്കുന്നല്ലോ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടല്ലോ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞൊരു ദൈവ പൈതലിന് ജീവിക്കുവാൻ കഴിയുകയില്ല. अरे मैं तो ठीक चल रहा हूँ, मुझ में कोई कमी नहीं है, ऐसा सोचकर हम में से कोई नहीं चल सकता। അവന്റെ ഉള്ളം എപ്പോഴും പിടഞ്ഞുകൊണ്ടിരിക്കണം. इसके लिए उसका दिल हमेशा जो है बोझ में അവന്റെ रहे, ഉള്ളം എപ്പോഴും ആമേൻ വേദനിച്ചുകൊണ്ടിരിക്കണം. और उसके दिल में हमेशा ये दर्द रहे अपने അവന്റെ भाइयों के കണ്ണ് लिए, എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കണം. और उसकी नजर हमेशा हो। ഹല്ലേലൂയ. അവൻ എപ്പോഴും സൂക്ഷ്മതയോടെ കൂടെ इसके लिए ഇരിക്കണം. बहुत ही ध्यान के साथ रहे। ഹല്ലേലൂയ. हालेलुया, कृपा। വീണ്ടും നാം യെശയ്യാ പ്രവചനം 21-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങളിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ സമയത്തെക്കുറിച്ച് ആമേൻ ഓർമ്മപ്പെടുത്തുന്നവനായിരിക്കണം. यशायाह की लिखी हुई भविष्यवाणी 21 के 11 और 12 में लिखा है कि हम समय के बारे में बोध दे। അവിടെ ചോദിക്കുന്നു, കാവൽക്കാര രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ സേയിൽ നിന്നൊരുത്തൻ വിളിച്ചു പറയുകയാണ്, ഇതാ രാത്രിയും ആമേൻ പ്രഭാതവും വന്നിരിക്കുകയാണ്. और वहाँ पे पहरुआ को पूछते कि रात का क्या समाचार है, क्या खबर है, तो पहरुआ उत्तर देता है, बोर होती है और रात भी। ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ നിങ്ങളും എത്തിയിരിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടോ? हम जो समय में आप पहुंचे हैं वो समय का ज्ञान है हमें। അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. अंधकार दुनिया को और घोर अंधकार प्रजा को घेरने ഒരു वाला एक समय है। ഭാഗത്ത് ഇരുൾ നിറഞ്ഞിരിക്കുന്ന एक समय एक तरफ अंधकार से भरा हुआ എന്നാൽ പ്രത്യാശയുള്ള ദൈവ പൈതലിന് തിരിച്ചറിയുവാൻ കഴിയും, ഇതാ വലിയൊരു പ്രഭാതം ആമേൻ ആഗമിച്ചിരിക്കുകയാണ്. लेकिन प्रत्याशा से होने वाले परमेश्वर को संतान को पता है, देखो एक बड़ा सुनहरा सूरज उग रहा है। അന്ത്യകാലത്ത് ജീവിക്കുന്ന ദൈവ പൈതൽ ഈ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. और अंत के समय में रहने वाले परमेश्वर के लोग ये नजरिया रखें। അതെ, ഒരു ഭാഗത്ത് അന്ധകാരം ലോകത്തെ മൂടുമ്പോൾ भले एक तरफ अंधकार दुनिया को निगल रही है, മറുഭാഗത്ത് തന്റെ ഭക്തന്മാർക്ക് നീതി സൂര്യൻ ലോകോപശാന്തിയോടുകൂടെ ഉദിക്കുവാൻ സമയം ആഗതമായിരിക്കുകയാണ്. दूसरी तरफ अपने भक्तों के लिए धर्म के सूरज के समान परमेश्वर का आगमन नजदीक है। ഹല്ലേലൂയ. ലോകം വിളിച്ചു ചോദിക്കുകയാണ്, ജനങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ്, രാത്രി എന്തായി, സമയം എന്തായി? और लोग पूछते हैं, दुनिया पूछते है कि समय क्या है, समाचार क्या है, खबर क्या है। വിളിച്ചു പറയുവാൻ ഒരു ദൈവ പൈതലിന്റെ പക്കൽ മറുപടി लेकिन ഉണ്ടായിരിക്കണം. परमेश्वर के संतान के पास उत्तर होना चाहिए। ഹല്ലേലൂയ. हालेलुया। വീണ്ടും നാം തിരുവചനം ശ്രദ്ധിക്കുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നാം കാണുന്നു, ആമേൻ, ഒരു കാവൽക്കാരൻ
കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്. और इब्रानियों को लिखी हुई पत्री 13 के 17 में इस तरह लिखा है कि एक पहरेदार को जो है हिसाब देना होगा आखिर में. ആമേൻ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, അതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. अपने अगुवे को मानो और उनके अधीन रहो, क्योंकि वो उनके न्याय तुम्हारे प्राणों के लिए जागते रहते हैं, जिन्हें लेखा देना पड़ेगा, कि यह काम आनंद से करे, ना कि ठंडी सांस से लेकर, क्योंकि इस दशा में तुम कुछ लाभ नहीं. അവിടെ ഇടയന്മാരെ കുറിച്ചാണ് പറയുന്നത്. वहाँ पे जो है परमेश्वर के दासों के बारे में ഒരു कहा है. ജനത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. प्रजा की जिम्मेदारी लेने वाले परमेश्वर के दासों के बारे में है. കാവൽക്കാരനാക്കി അവനെ एक വച്ചിരിക്കുകയാണ്. पहरेदार के रूप में उसे रखा गया അവന് है കണക്ക് ബോധിപ്പിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. और उसका लेखा उसे देना पड़ेगा. കണക്കിൻ പ്രമാണി വന്നൊരിക്കൽ യജമാനൻ വന്ന് കണക്ക് ചോദിക്കുമ്പോൾ ആടുകളെ കുറിച്ചുള്ള കണക്ക് യജമാനന്റെ പക്കൽ കൈമാറേണ്ട ഉത്തരവാദിത്വം ആമേൻ ഇടയന്മാർക്കുണ്ട്. और जब मालिक आकर हिसाब पूछेगा तो उस भेड़ों के जो हिसाब है दासों को देना पड़ेगा. അതുകൊണ്ട് ദൈവഭക്തൻ അവിടെ പറയുകയാണ്, എഴുത്തുകാരൻ അവിടെ പറയുകയാണ്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, കാരണം അവർ ചെയ്യുന്നത് ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണ്. ആമേൻ. യജമാനന് കണക്ക് കൊടുക്കേണ്ട ഒരു ജോലിയാണ്. ആമേൻ എന്നവിടെ പറയുകയാണ്. और इसके लिए इसका लेखक कहता है कि तुम उनको जो है आनंद से उनका काम करने दो, क्योंकि एक दिन उनको इसका हिसाब देना है. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നവരാണ്. तुम्हारी आत्मा के लिए वो जागते रहते हैं. ആമേൻ. നിങ്ങളെ നേർവഴിക്ക് നടത്തുന്നവരാണ്. और तुम्हें सही रास्ते पर चलाते हैं. നിങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും യജമാനന്റെ പക്കൽ തിരികെ ഏൽപ്പിക്കപ്പെടണം എന്നുള്ള കാഴ്ചപ്പാടോടെയാണ് ഇടയന്മാർ തന്റെ ആടുകളെ और പരിപാലിക്കുന്നത്. तुम में से कोई भी नष्ट ना हो, उस नजरिए के साथ वो रहते हैं. ഹല്ലേലൂയ. हालेलुया. വചനം പറയുന്നു, അവർക്ക് ഞരക്കമുണ്ടാകരുത്. और इसके लिए कहा गया है कि वो जो है उनको कुछ परेशानी ना हो സന്തോഷത്തോടെ അത് ചെയ്യുവാൻ ഇടവരണം. और वो आनंद के साथ अपना काम कर पाए. നിങ്ങൾ അവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണം. और तुम उनके जो है अधीन रहो. അപ്പോൾ നോക്കൂ, അവൻ കാവൽക്കാരന്റെ മറ്റൊരു ഉത്തരവാദിത്വമാണ് അവിടെ കാണുന്നത്. और पहरेदार की दूसरी एक जिम्मेदारी हम देखते കണക്ക് हैं, ബോധിപ്പിക്കേണ്ടതായ उनको हिसाब देना होगा. ഹല്ലേലൂയ. ഹല്ലേലൂയ. പകൽക്കാലം വിവിധങ്ങളാകുന്ന ഉത്തരവാദിത്തങ്ങൾ എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. कई सारी जिम्मेदारियां प्रभु ने आपको और हमें दिया है. ഒരുപക്ഷെ നിങ്ങൾ ഒരു ഇടയനായിരിക്കുകയില്ല, നിങ്ങളൊരു പാസ്റ്റർ ആയിരിക്കുകയില്ല, നിങ്ങൾ അല്ലെങ്കിൽ ആ നിലകളിലുള്ള ഉത്തരവാദിത്വം വഹിക്കുന്ന വ്യക്തിയായിരിക്കുകയില്ല. എന്നാൽ നിങ്ങളെ ഓരോരുത്തരെയും നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമാകുന്ന വിവിധങ്ങളാകുന്ന ശുശ്രൂഷകളുണ്ട്. അതിന് കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം നമ്മുടെ മുൻപിലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. भले आप जो है परमेश्वर के दास या कोई पास्टर ना हो, लेकिन एक दिन जरूर आएगा जब हमें ये सारी जिम्मेदारियों का जो है हमें हिसाब देना है. യെശയ്യാപ്രവചനം 62-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, ആമേൻ, യഹോവയെ ഓർപ്പിച്ചുണർത്തുന്നവരായിരിക്കണം ഒരു കാവൽക്കാരൻ. और एशिया की लिखी हुई भविष्यवाणी उसके 62 के 6 और 7 में इस तरह लिखा है. 6-ാം വാക്യം 6. हाँ 6 में इस तरह सुगो യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. ഹേ യെരൂശലേം, രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. हे यरूशलेम, मैंने तेरे शहर पनाह पर पहरुआए बिठाए हैं, वो दिन रात कभी चुप ना रहेंगे, वो यहोवा का स्मरण करने वाले चुप ना रहो. നോക്കണമേ, ഈ കാവൽക്കാരുടെ ഉത്തരവാദിത്വം യഹോവയെ ഓർപ്പിച്ചുണർത്തുക എന്നുള്ളതാണ്, ഓർപ്പിക്കുക എന്നുള്ളതാണ്. और इनके पहरुओं की जिम्मेदारी ये है कि वो दिन रात यहोवा का स्मरण कराने वाले മതിലിന്മേൽ കാവൽക്കാരാക്കി വെച്ചിരിക്കുകയാണ്. शहर पनाह के ऊपर उनको रखा गया है. രാവും പകലും അവർ കാവൽ ചെയ്യേണ്ടവരാണ്. और दिन रात उनको रखवाली करना അവർക്ക് है. മിണ്ടാതിരിപ്പാൻ അനുവാദമില്ല. और वो चुप नहीं बैठ सकते. അവരാരോടാണ് സംസാരിക്കേണ്ടത്? वो किससे बात करना चाहिए? ജനത്തോട് മാത്രമല്ല, सिर्फ लोगों से ही नहीं, യഹോവയോട് परमेश्वर से भी बात करना है. യഹോവയോട് परमेश्वर को याद दिलाते रहते ഹല്ലേലൂയ. हैं. ജനത്തിന് വേണ്ടി യഹോവയോട് ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. और लोगों के लिए परमेश्वर से विनती करते പട്ടണങ്ങൾക്ക് रहते വേണ്ടി हैं. ദൈവത്തോട് और ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. दूसरों के लिए परमेश्वर को याद कराते അതാണ് रहते हैं. ദൈവപൈതലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. और यही परमेश्वर की प्रार्थना है. ദാനിയേൽ हालेलुया, 16-ാം അധ്യായം हालेलुया. 10-ാം വാക്യം നാം വായിക്കുമ്പോൾ ദാനിയേലിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. और दानियल की प्रार्थना भी देख सकते हैं उसके अध्याय के 6 के 10 में. രാമൻ രേഖ വിരോധമായി എഴുതിയിരിക്കുമ്പോൾ രാമൻ രാവിലെയും വൈകിട്ടും അവൻ സങ്കടം ബോധിപ്പിച്ച് യെരൂശലേമിന് നേരെ കിളിവാതിലുകൾ തുറന്നിട്ട് അവന്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ ആമേൻ പതിവ് തെറ്റാതെ ക്രമമായി അവൻ
അവൻ പ്രാർത്ഥിക്കുവാനിടയായി. और भले ही उसके खिलाफ नियम लिखा गया था, लेकिन वो जो है यरूशलेम की ओर खिड़कियों को खोलकर 3 बार वो प्रार्थना करता എന്തിനു रहा. വേണ്ടിയാണ് അവൻ യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്നത്? यरूशलेम की ओर खिड़कियां खोलकर क्यों प्रार्थना कर അതിന്റെ रहा था? തത്വം മറ്റൊന്നുമല്ല, യെരൂശലേമിന് വേണ്ടിയാണ് അവൻ ഇടിവിൽ നിൽക്കുന്നത്. उसका मतलब वो यरूशलेम के लिए प्रार्थना कर അവൻ रहा था. പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ സുരക്ഷിതത്വത്തിനും അവന്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും വേണ്ടിയല്ല അവൻ പ്രാർത്ഥിക്കുന്നത്. वो सिर्फ अपनी जरूरतों के लिए या अपने आप को संभालने के लिए അവന്റെ नहीं था, ആരോഗ്യത്തിന് വേണ്ടിയല്ല അവൻ सिर्फ പ്രാർത്ഥിക്കുന്നത്. उसकी सेहत के लिए नहीं था. അവൻ അന്യദേശത്തായിരിക്കുമ്പോൾ അവന്റെ ഉള്ളം തുടിച്ചുകൊണ്ടിരിക്കുകയാണ്, വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നശിച്ചു കിടക്കുന്ന, ആൾ പാർപ്പില്ലാതെ കിടക്കുന്ന, ആരാധന നഷ്ടപ്പെട്ട് കിടക്കുന്ന, യാഗങ്ങൾ മുടങ്ങിക്കിടക്കുന്ന യെരൂശലേമിനെ നോക്കിക്കൊണ്ട് ആ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. और इसके लिए वो जो है अपने यरूशलेम के लिए प्रार्थना कर रहा था, जहाँ पे कोई रहता नहीं है, वहाँ पर आराधना स्तंभ हो गया है, लोग नहीं है. उस शहर के भलाई के लिए प्रार्थना कर रहा പ്രിയരേ, ദൈവിക ആരാധനകളുടെ തകർച്ച കണ്ട്, ആത്മീയ മൂല്യശോഷിത കണ്ട് ഇടിവിൽ നിൽക്കുന്ന ദൈവത്തെ ഓർപ്പിച്ചുണർത്തുന്ന എത്ര ഭക്തന്മാരുണ്ട്. और परमेश्वर की आराधना जो है वो स्तंभ हो गई है, आज एक साथ मिल नहीं पा रहे, और समाज के जो अधर्म के रास्ते हैं ये देखकर कितने लोग प्रार्थना करते हैं. ഹല്ലേലൂയ. ശത്രു കയറി അനേക ആലയങ്ങളെ തീവച്ച് നശിപ്പിച്ച് ആത്മീയ ആരാധനകളുടെ, ആത്മീയ നന്മകളുടെ, ആത്മീയ അനുഭിഷേകത്തിന്റെ കൃപയുടെ വാതിലുകൾ കൊട്ടിയടച്ചിരിക്കുമ്പോൾ അതിനെ ഓർത്ത് കരയുന്ന, നെടുവേർപ്പെടുന്ന എത്ര ഭക്തന്മാരുണ്ട്. और दुश्मन जो है आराधनाओं पे जो है आराधना स्थलों पर जो है तोड़ रहा है, आग लगा रहा है, बंद करा रहा है, ये सब देखकर कितने लोग प्रार्थना करते हैं. അനേക കുടുംബങ്ങളെ ശത്രുവായ പിശാച് അപഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തകർത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കി കരയുന്ന ദൈവത്തോട് ഇടിവിൽ നിൽക്കുന്ന എത്ര ഭക്തന്മാരുണ്ട്. और कई सारे परिवारों को दुश्मन जो है खत्म कर रहा है, नाश कर रहा है, ये देखकर कितने लोग रो पाते हैं, യഹോവയെ प्रार्थना कर पाते हैं. ഓർപ്പിച്ചുണർത്തുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. इन सभी बातों के लिए परमेश्वर को स्मरण कराना ഹല്ലേലൂയ. जरूरी നമ്മുടെ है. തലമുറകളെ, बड़ी നമ്മുടെ जिम्मेदारी है. കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ ഓർക്കുമ്പോൾ ദൈവത്തെ ഓർപ്പിച്ചുണർത്തുവാൻ കഴിയണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളെ ഓർക്കുമ്പോൾ, ദൈവസഭകളെ ഓർക്കുമ്പോൾ, ദൈവജനത്തെ ഓർക്കുമ്പോൾ, ദേശത്തെ ഓർക്കുമ്പോൾ ദൈവത്തെ ഓർപ്പിച്ചുണർത്തുവാൻ ഉള്ളൊരു മനോഭാവം ഒരു ദൈവ പൈതലുണ്ടാകണം എന്നിവിടെ വചനം പറയുകയാണ്. जब हम अपने संतानों को देखें, हमारे परिवारों को देखें, देश को देखें, कलीसिया को देखें, ये सभी विषय के ऊपर प्रार्थना करना, परमेश्वर को स्मरण कराना जरूरी है. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ കുറച്ചുകൂടെ നാം ബോധവാന്മാരാകാം. इसके लिए प्रार्थना करने वालों हमारी जिम्मेदारी के बारे में और जरा ज्ञान पाएं. ദൈവത്തെ ഓർപ്പിച്ചുണർത്തുകയാണ്. हम परमेश्वर को याद दिला रहे हैं. സ്വസ്ഥമായിരിക്കുവാൻ പാടില്ല. हम शांत ना बैठे, രാവും പകലും മിണ്ടാതിരിപ്പാൻ പാടില്ല. दिन रात चुप ना बैठे. രാത്രി യാമാരംഭങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് ദൈവത്തെ ഓർപ്പിച്ചുണർത്തുവാനിടയായി. इसके लिए रात के जो है कठिन समयों में उठकर हम प्रार्थना करें. അങ്ങനെയെങ്കിൽ അത്ഭുതത്തിന്റെ പ്രവൃത്തികളുമായി ദൈവത്തിന്റെ മഹിമ വെളിപ്പെടുവാനിടയായി. ऐसा हो तो परमेश्वर के अद्भुत कार्यों को हम देख पाएंगे. അങ്ങനെയെങ്കിൽ നമ്മുടെ പട്ടണങ്ങൾ വിടിവിക്കപ്പെടുന്നത് കാണുവാനിടയായി. ऐसा है तो हमारे शहरों को छुटकारा पाते हुए देख കുടുംബങ്ങൾ पाएंगे. വിടിവിക്കപ്പെടുന്നത് കാണുവാനിടയായി. हमारे परिवारों को छुटकारा पाते തലമുറകൾ हुए देखेंगे. വിടിവിക്കപ്പെടുന്നത് संतानों के ऊपर छुटकारा കാണുവാനിടയാകും. मिलेगी. ആത്മീയ മേഖലകളിൽ, ആത്മീയ മണ്ഡലത്തിൽ വലിയൊരു വിടുതൽ ഉണർവുണ്ടാകുന്നത് आत्मिक रूप से एक बहुत बड़ा जागरण हमें मिलेगा. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. इसके लिए परमेश्वर हमें आशीष दे. മൂന്നാമതായിട്ട് കാവൽക്കാരൻ മാതിൽ കാക്കുന്നവനായിരിക്കും. और तीसरा शहर पना की रखवाली करे. നെഹമ്യാവ് 4-ാം പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, നെഹമ്യാവ് യെരൂശലേമിന്റെ മതിൽ പണിക്ക് വേണ്ടിയാണ് പുറപ്പെട്ടത്. और नेहम्या का पुस्तक जब हम पढ़े तो यरूशलेम की शहर पना को बांधने के लिए वो अपने देश से निकला. അവനറിയാം ഞങ്ങൾ നിന്ദിക്കപ്പെട്ടിരിക്കുകയാണ്. उसे पता है कि उनकी लज्जा हो चुकी है. അവനറിയാം യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ച് നശിപ്പിക്കും. और उसको ये भी पता है कि यरूशलेम के फाटकों को जला दिया गया है. മതിലുകളെല്ലാം उसके ഇടിക്കപ്പെട്ടിരിക്കുന്നു. शहर पना सब टूटी पड़ी ശത്രു है. അതിൽ കയറി और ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. दुश्मन उस पर चढ़कर अंदर आता ശേഷിപ്പുള്ള है. ജനം കഷ്ടതയിലായിരിക്കും. और जो लोग बचे हुए बहुत ही परेशानी में हैं. ഭാരമുള്ളതായ, ആത്മഭാരമുള്ള, വേദനയുള്ള നെഹമ്യാവ് തീരുമാനിച്ചു, ഞാൻ എന്ത് വില കൊടുത്തും യെരൂശലേമിന്റെ തകർന്ന മതിലുകളെ പണിയുവാനിടയായി. और उसका बड़ा बोझ होने वाला नेहम्या ने कहा, कुछ भी कीमत चुकाने पड़े, मैं वो शहर पना को बांधूंगा. നമുക്കറിയാം, പണിക്കായി പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ പണി ആരംഭിച്ചു. അതിനൊപ്പം ശത്രു അവർക്ക് വിരോധമായി എഴുന്നേൽക്കുവാനിടയായി. जब उन्होंने काम शुरू किया, दुश्मन उनके खिलाफ उठा അവർക്ക് വിരോധമായി യുദ്ധം പ്രഖ്യാപിച്ചു. और उनके खिलाफ युद्ध तैयार അവരെ किया മാനസികമായി और ക്ഷീണിപ്പിക്കുവാനിടയായി. मानसिक रूप से हराने की അവരുടെ कोशिश किया കൂട്ടത്തിൽ വന്ന ജനങ്ങളെ ചിതറിക്കുവാൻ പരിശ്രമിച്ചു. और उनके खिलाफ आने वाले लोगों को बिखर दिया. ഏതെല്ലാം നിലകളിൽ ആ പണിയെ തടസ്സപ്പെടുത്താമോ അതെല്ലാം അവർ पूरी कोशिश की പരിശ്രമിക്കുവാനിടയായി. काम को रोकने के എന്നാൽ लिए. ദൈവിക കാഴ്ചപ്പാടുള്ള, ദർശനമുള്ള, വേലയെക്കുറിച്ച് ഉത്തരവാദിത്വമുള്ള നെഹമ്യാവ് ക്ഷീണിച്ചു പോകാതെ ഉന്നതമായ കാഴ്ചപ്പാടോടെ ആ പണി പൂർത്തീകരിച്ചെടുപ്പാനിടയായി. लेकिन परमेश्वर के कार्य के बारे में नजरिया होने वाला नेहम्या ने उस काम को पूरा किया. ഏതാണ്ട് 52 ദിവസങ്ങൾ കൊണ്ട് ആ പണി करीबन പൂർത്തീകരിക്കുവാനിടയായി. 52 दिन में उसने वो काम को എന്നാൽ पूरा ആ പണി किया. നടക്കുമ്പോൾ നമുക്കറിയാം, മതിൽ
ഓരോ ദിവസവും രാത്രികളിൽ പകലുകളിലും ആമേൻ വിശ്രമമില്ലാതെ ആമേൻ പണിയുന്നവരെ ശ്രദ്ധിച്ചും അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തും നെഹേമ്യാവ് ഇങ്ങനെ നടക്കുകയാണ്. लेकिन जब वो काम चल रहा था, काम करने वालों को उनको उपदेश देते हुए, उनको समझाते हुए, काम के ऊपर ध्यान देते हुए चल रहा था. 4-ാം അധ്യായം 21-22 വാക്യങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ജോലി ചെയ്യുന്ന ആളുകൾ ഒരു കൈ കൊണ്ട് ജോലി എടുക്കുമ്പോൾ മറു കൈ കൊണ്ട് അവർ ആയുധം പിടിച്ചവർ ജോലി ചെയ്തിരുന്നു. और हम उसके 4 के 21-22 में देख सकते हैं कि भले लोग एक हाथ से काम कर रहे थे और दूसरे हाथ में हथियार पकड़े हुए रहते ആമേൻ. थे. ഒരു ഭാഗത്ത് ജനം ജോലി കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഇതാ നെഹേമ്യാവ് രാത്രികളിൽ എഴുന്നേറ്റ് എവിടെയൊക്കെ മതിൽ പൊക്കം കുറഞ്ഞു കിടക്കുന്നു അവിടെയൊക്കെയും തൻ കാവൽക്കാരെ ആക്കി അതിനെ സംരക്ഷിക്കുവാൻ തുടങ്ങി. और एक तरफ जब लोग रात सुबह काम कर कर सो रहे थे, जहाँ जहाँ पर जो है शहरपना छोटा हो या काम पूरा नहीं हुआ हो, वहाँ पर उन्होंने रखवाली को रखा. എവിടെയൊക്കെ ശത്രു പ്രവേശിക്കുവാൻ സാധ്യതയുണ്ടോ അവിടെമെല്ലാം നെഹേമ്യാവ് തിരിച്ചറിയുവാനിടയായി. जहाँ कहीं पे से भी दुश्मन अंदर आ सकता है, नेहम्याह ने उन जगहों पर देखा. അവിടെയെല്ലാം അവൻ കാവൽക്കാരെ ആക്കുവാൻ वहाँ पे തുടങ്ങി. सब उन्हें रखवालों को रखा. അവിടെയെല്ലാം അവൻ കാവൽ ചെയ്യുവാനിടയായി. और वहाँ पर वो रखवाली रखे. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉത്തരവാദിത്വമുള്ള നെഹേമ്യാവ് മതിൽ പടി പൂർത്തിയാകുന്നതുവരെയും അവൻ മതിൽ കാത്തുകൊണ്ടേയിരുന്നു. और जब तक शहरपना पूरा नहीं हुआ तब तक उसने ध्यान दिया, रखवाली रखी. പ്രിയരെ, എത്രയോ ഭവനങ്ങളുടെ സമാധാനത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. आज कितने परिवारों की शांति का शहरपना टूटा എത്രയോ हुआ है. വ്യക്തികളുടെ സമാധാനത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. कितने लोगों के शांति का शहरपना टूटा हुआ है. സമാധാനത്തിന്റെ മതിൽ കാക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. उसकी रखवाली करने की जिम्मेदारी हमारी ഓ है. രക്ഷയാകുന്ന മതിൽ കാക്കുവാനുള്ള ഉത്തരവാദിത്വം और हमारे നമുക്കുണ്ട്. उद्धार का दीवार भी रखवाली करना हमारी जिम्मेदारी है. ഹല്ലേലൂയ. ശത്രു കയറുവാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളെയും കാവൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു ദൈവപൈതലിനുണ്ട്. जहाँ कहीं से भी दुश्मन घुस सकता है, उसकी रखवाली करना हमारी जिम्मेदारी ഇന്ന് है. പകൽക്കാലം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ, നമ്മുടെ കുടുംബത്തിലാകട്ടെ, ദൈവസഭയുള്ള ബന്ധത്തിലാകട്ടെ, നമ്മുടെ ചുറ്റുപാടുകളുള്ള ബന്ധത്തിലാകട്ടെ, ശത്രു പ്രവേശിക്കുവാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും കാവൽക്കാരെ ആക്കി ഉറപ്പുവരുത്തുവാനുള്ള ഒരു വലിയ തീരുമാനവും പ്രതിഷ്ഠയും ഇന്ന് പകലിൽ നമുക്ക് എടുക്കുവാനിടയാകട്ടെ. और जहाँ कहीं भी दुश्मन आ सकता है, वो सब जगह पर रखवाली रखना और उसे पूरा करना, ऐसी एक प्रतिष्ठा आज हम ले. മതിൽ കാക്കണം. और शहरपना को संभाले, അതൊരു കാവൽക്കാരന്റെ वो एक ഉത്തരവാദിത്വം. रखवाली करने वाले की जिम्मेदारी है. മതിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ और अगर शहरपना टूट गया, ശത്രു കയറി ഇറങ്ങും. दुश्मन अंदर आएगा. മതിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ और दीवार टूट गया तो നിയന്ത്രണങ്ങളും നിബന്ധനകളും ഇല്ലാതെ പോകും. सब നിയന്ത്രण हाथ से छूट ആമേൻ. जाएगा. മതിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ और अगर दीवार टूट गिरा സുരക്ഷിതത്വത്തിന് ചോദ്യം और ചെയ്യപ്പെടുവാനിടയാകും. हमारी सुरक्षा पर जो है हाथ ആമേൻ. उठेंगे. മതിൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ और अगर दीवार टूटेंगे, ശത്രു തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാനിടയായി. दुश्मन को जो पसंद हो वो आके करेगा. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ആത്മീയ ജീവിതത്തിന്റെ മതിൽക്കെട്ടുകൾ കാക്കപ്പെടട്ടെ. और परमेश्वर का वचन यही सिखाता है कि परमेश्वर के संतान के जीवन के शहरपना को അവൻ संभाले. വല്ലപ്പോഴും പരിശോധിച്ചാൽ പോരാ, ദിവസവും പരിശോധിക്കണം. എവിടെയെങ്കിലും ശത്രു കയറുവാൻ സാധ്യതയുണ്ടോ? बस ऐसे ही जांचना, कभी ना कभी जांचना काफी नहीं है, हर एक दिन जांचना जरूरी അങ്ങനെ है. ഉണ്ടെങ്കിൽ നിശ്ചയമായും അതിനെ പണിതെടുക്കുവാൻ, അതിനെ ഉയർത്തുവാൻ, അതിന് കാവൽക്കാരെ ആക്കുവാൻ ഞാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. और अगर ऐसा है तो उसको संभालना, उसको तैयार करना, दृढ़ रखना हम सबकी जिम्मेदारी है. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ വിജയിപ്പാൻ കഴിയുകയുള്ളൂ. अगर ऐसा है तो ही हम हमारी जिम्मेदारी को पूरा कर എന്ന് पाएंगे. പകൽക്കാലം എന്നെ കേൾക്കുന്ന इसके പ്രിയരെ, लिए मुझे सुनने वाले भाई बहनों, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വത്തിന്റെ മഹത്വം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. हमारी जिम्मेदारी की समझे. ഹല്ലേലൂയ. നാം ഒരു കാവൽക്കാരാണ്. हम एक पहरेदार हैं സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവരാണ്. और उस पहरेदारी की जिम्मेदारी हमें उठाना है. ഹല്ലേലൂയ. നാം ഓർപ്പിച്ചുണർത്തേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ്. और दूसरों को सतर्क करने की जिम्मेदारी भी നാം है. മതിൽ കാക്കേണ്ട ഉത്തരവാദിത്വം. शहरपना संभालने की जिम्मेदारी भी है. നാം നമുക്ക് തന്നെ ആമേൻ സംരക്ഷണം ഏർപ്പെടുത്തേണം. हम अपने आप को ही सब भी നമ്മുടെ संभालें. സഹോദരന്മാർക്ക് സംരക്ഷണം हमारे भाई बहनों की ഏർപ്പെടുത്തേണം. रखवाली करें നമ്മുടെ ദേശത്തിന് സംരക്ഷണം और देश की ഏർപ്പെടുത്തേണം. रखवाली करें ശത്രുവായ പിശാചിൽ നിന്ന് സംരക്ഷിക്കണം. और दुश्मन से बचे रहे. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധിയാകുന്ന വാളിൽ നിന്ന് സംരക്ഷിക്കണം. परमेश्वर के न्याय दंड से बचे रहे. ദേശത്ത് വരുന്ന വാളിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തേണം. और देश में आने वाले तलवार के बारे में सतर्क रहे. ദുഷ്ടതയും ദുർമാർഗവും ഓർമ്മപ്പെടുത്തേണം. दुष्टों को अपनी दुष्टता बताए. ഹല്ലേലൂയ. നീതിമാൻ നീതികളിലേക്ക് തിരിഞ്ഞാൽ അത് ഓർമ്മപ്പെടുത്തേണം. अधर्म अपने रास्ते से चुके तो उसे समझाए. സമയത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തേണം. और जो समय है उसके बारे में ज्ञान ഹല്ലേലൂയ. दे. കണക്ക് ചോദിക്കുന്ന നാളിൽ കണക്ക് ബോധിപ്പിക്കുവാൻ തയ്യാറായിരിക്കണം. और हिसाब देने वाले दिन हिसाब देने के लिए तैयार रहे. പ്രാർത്ഥനയാൽ യഹോവയെ और ഓർപ്പിച്ചുണർത്തുന്നവരായിരിക്കണം. प्रार्थना के द्वारा परमेश्वर को स्मरण कराते रहे. ഹല്ലേലൂയ. മാത്രമല്ല, എവിടെയെല്ലാം മതിൽ പണിയപ്പെടണമോ, എവിടെയെല്ലാം മതിൽ സൂക്ഷിക്കപ്പെടണമോ, അതെല്ലാം കാവൽ ചെയ്യുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം നമ്മെ और ഏൽപ്പിച്ചിരിക്കുന്നത്. जहाँ कहीं भी दीवार टूटा हुआ हो, वहाँ पर जांच कर उसे रखवाली करना हमारी जिम्मेदारी है. ഇന്ന് പകൽക്കാലം എത്ര പേർ തങ്ങളെ തന്നെ സമർപ്പിക്കും? इसके लिए कितने लोग उसके लिए तैयार हो जाएंगे? നിന്റെ ഭവനത്തിന്റെ കാവൽക്കാരനാണ് നീ.
तुम तुम्हारे परिवार के നിന്റെ रखवाले हो, സഹോദരന്റെ भाई കാവൽക്കാരനാണ്, बहनों के रखवाले हो, സഭയുടെ कलीसिया के കാവൽക്കാരനാണ്, रखवाले ഓ हो, നിന്റെ ദേശത്തിന്റെ देश के रखवाले കാവൽക്കാരനാണ്. हो. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനായി എത്ര പേർ തങ്ങളെ തന്നെ इसके लिए ഏൽപ്പിച്ചു कितने लोग अपने आप को ദൈവം समर्पित നിങ്ങൾക്ക് करते हैं. ദാനം ചെയ്തിരിക്കുന്ന നിങ്ങളുടെ പിൻതലമുറകളുടെ കാവൽക്കാരാണ് നിങ്ങൾ. तुम्हारे पीछे जो संतान आ रहे हैं, तुम्हारी अगली पीढ़ी है, उनके रखवाले हो, വളർന്നു വരുന്ന നമ്മുടെ പിൻതലമുറക്കാരുടെ കാവൽക്കാരാണ്, നമ്മുടെ അനുജന്മാരുടെ കാവൽക്കാരാണ് നാം. और हमारे भाई बहनों के, हमारे आने वाली पीढ़ियों के रखवाले हैं हम. ഇന്ന് പകൽക്കാലം അതേ കർത്താവേ, എൻ്റെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവനായി ജീവിപ്പാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് इसलिए हम प्रार्थना करें कि हे परमेश्वर, मेरी जिम्मेदारियों को निभाने की ज्ञान और अनुग्रह मुझे दे. എല്ലാ തലകളും ഒരു നിമിഷം വണങ്ങട്ടെ. इसके लिए हमारे सरों को എല്ലാവരും ഒരു झुकाएं. നിമിഷം ദൈവത്തോട് सभी പ്രാർത്ഥിക്കാം. जन प्रार्थना करें. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കട്ടെ. सुना हुआ वचन हमारे जीवन में एक आशीष का कारण ഹല്ലേലൂയ. ഒരു बने. പുതിയ കാഴ്ചപ്പാടോടെ നമുക്ക് മുന്നേറുവാനിടയാകട്ടെ. इसके लिए एक नए नजरिए से हम आगे बढ़े. നമുക്ക് हम പ്രാർത്ഥിക്കാം. प्रार्थना करें. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ हे പിതാവേ, पवित्र और नित्य परमेश्वर, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങൾ आशीष भरे अच्छे समय के लिए ഇന്ന് धन्यवाद. പകലിൽ ഈ ആരാധന ഞങ്ങൾക്ക് നൽകിയ ദൈവവചനത്തിനായി तूने സ്തോത്രം. दिए हुए वचन के लिए धन्यवाद. ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയുവാനിടയാക്കണേ. हमारी जिम्मेदारी को समझने का കർത്താവേ, ആ ज्ञान दे ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിറവേറ്റുവാൻ കൃപ തന്നാട്ട് और हमारी കർത്താവേ. जिम्मेदारी को पूरी तरह निभाने का ഞങ്ങളെ ज्ञान दे. കാവൽക്കാരാക്കി അങ്ങ് ആക്കി വെച്ചിരിക്കുകയാണല്ലോ. तूने हमें जिम्मेदार बनाया, इसके लिए ഞങ്ങൾ धन्यवाद. ഞങ്ങളിൽ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, ദേശത്തിന്, പട്ടണത്തിനെല്ലാം ആമേൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തമായി ചെയ്യുവാൻ കൃപ തരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. और जो भी जिम्मेदारियां तूने हमें दी है, वो हमारे परिवार, हमारे बारे में परिवार का हो, भाई बहनों के लिए हो, देश के लिए हो, सब करने के लिए तू अनुग्रह कर. കർത്താവേ, ഒരിക്കൽ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ हम जब तेरे सामने खड़े हो, ഞങ്ങൾ സകലത്തിനും കണക്ക് കൊടുക്കേണ്ടവരാണല്ലോ. क्योंकि हमें हिसाब देना होगा. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം തരുമ്പോൾ और जब हर एक दिन तू हमारे जीवन ഞങ്ങളുടെ में देता ജീവിതത്തിൽ है, തരുന്ന എല്ലാറ്റിനും ദൈവസന്നിധിയിൽ ഞങ്ങൾ കണക്ക് जो कुछ भी तू കൊടുക്കേണ്ടവരാണ്. देता है उसका भी हमें हिसाब देना है. കർത്താവേ, ഞങ്ങൾ ആരെന്നുള്ള ബോധ്യത്തോടെ തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ ജീവിപ്പാൻ കൃപ തരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. हम कौन है और हमारी हालेलुया. जिम्मेदारी क्या है, इसके पूरे ज्ञान के साथ जीने के लिए मदद മകൾ कर. വചനം കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിച്ചാട്ടെ. वो सुने हुए हर एक वचन, सुने हुए हर एक जन को तू आशीष कर. ശുശ്രൂഷകളെല്ലാം അങ്ങ് ആദരിച്ചതിനാൽ സ്തോത്രം. तूने ये अपनी सेवकाई को आशीष दिया, इसके लिए धन्यवाद. കർത്താവേ, അങ്ങേ ആമേൻ, ഞങ്ങളോടൊപ്പം ഭവനങ്ങളായത് അങ്ങേ ആരാധിക്കുന്ന എല്ലാ ജനത്തിനായിട്ട് സ്തോത്രം. और हमारे साथ आराधना करने वाले सभी भाई बहनों के लिए എല്ലാ धन्यवाद. ദൈവം അനുഗ്രഹിച്ചാട്ടെ. सभी को तू आशीष ഈ कर. പാപവും പരീക്ഷയും നിറഞ്ഞ ലോകത്തിൽ ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ തന്ന് ഞങ്ങളെ പരിപാലിച്ചാട്ടെ. और इस पाप से भरे हुए जिंदगी में जीने के लिए हमें मदद कर. എല്ലാ പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. सारी महिमा आदर तुझे, യേശുവിൻ നാമത്തിൽ പിതാവേ, यीशु के नाम से ही. ആമേൻ. आमेन. കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കാവലും നാം ഏവരോട് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. आमेन. ആമേൻ. Amen. പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു हालेलुया. all. परमेश्वर आप सभी को आशीष दे. ആമേൻ.